എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒന്നിലും ഒരു സീരിയസ് അല്ലാത്ത മനുഷ്യൻ. വെള്ളമടിച്ചാലും സീരിയസ് അല്ല, വെള്ളമടിച്ചില്ലെങ്കിലും സീരിയസ് അല്ല, കഥ കേട്ടാലും സീരിയസ് അല്ല, കഥ കേട്ട് കഴിഞ്ഞാലും സീരിയസ് അല്ല. അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് നേരത്തെ ഈ ഫ്ലവേഴ്സ് ഒരു കോടിയുടെ വേദിയിൽ ഇദ്ദേഹത്തെ പരിചയമുണ്ട്. വരികയാണ് പുതിയ തലമുറയുടെ ഏറ്റവും പുതിയ ഉദാഹരണമായി ആജു വർഗീസ്. ഹായ് ആജു. ഹായ് ചേട്ടാ. ജീവിതമൊക്കെ എങ്ങനെ? സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു എന്ന് അജു പറഞ്ഞാൽ അതിന് ഒരർത്ഥമല്ല, 1000 അർത്ഥമുണ്ട്. നല്ല ഷർട്ട്. നല്ല ഷർട്ടല്ലേ? ഊരി വാങ്ങിക്കൂ? ഓ ഇല്ല. എന്താ അല്ല അജുന്റെ മോശം. അജു ജിമ്മൊക്കെ ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. എന്തോറ്റി? ബുദ്ധിമുട്ടാൻ വയ്യ. അതാണ് നമ്മുടെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. മടി. ഓക്കെ, മടി. അങ്ങ് കൂടി നിൽക്കാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് പറയാനുണ്ടോ? ഓക്കെ അജു, നമുക്ക് ആ പ്രേക്ഷകരുടെ രഹസ്യം ഒന്ന് പൊളിച്ചാലോ? എന്താണ്? ഇപ്പൊ ഞാനും അജു അയൽവാസികളാ. അതെ, എന്റെ ഭാഗ്യം. എന്നെ അത് ആരുടെ ഭാഗ്യം വന്ന് കാലം തെളിയിക്കും. അജു അജുവിന് സ്വാഗതം. കാരണം അജു മടി പിടിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞാലും പ്രേക്ഷകർക്ക് അജുവിനോട് താല്പര്യം. കാരണം അജുവിന്റെ ജെനുവിനെസ് ആണ് എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമായത്. അപകടം എന്ന് പറഞ്ഞാൽ അപകടം എന്ന് പറയാം അല്ലേ? സത്യം വിളിച്ച് പറയുന്ന. അതെ അതെ, എന്റെ സത്യം. അല്ല അജു അങ്ങനെ ഈ പഠിക്കുന്ന കാലത്ത് നിങ്ങള് വിനീത് ശ്രീനിവാസങ്ങളൊന്നും ചെല്ലേ പഠിച്ചത്? ഒരേ കോളേജിലായിരുന്നു, കോളേജ് മേറ്റ്സ് ആയിരുന്നു അല്ലേ? അന്ന് നിങ്ങൾ ഇത്രയും അടുപ്പൊക്കെ ഉണ്ടോ? തിക് ഫ്രണ്ട്സ് ആയിരുന്നു? ഫ്രണ്ട്സ് ആയിരുന്നു. ഈ തിക്നെസ് എന്ന് പറഞ്ഞത് ഇല്ല. ഇപ്പോഴും പുള്ളി എന്റെ ഗുരുസ്ഥാനീയൻ എന്നുള്ള സിനിമ അഭിനയിപ്പിച്ചു കഴിഞ്ഞപ്പോ സൗഹൃദത്തെക്കാളും കൂടുതൽ ഗുരുസ്ഥാനീയനായി പോയി. പണ്ട് പറയുന്ന അത്രയും കൂടെ തമാശ ഇപ്പൊ ഞാൻ പറയാൻ പറ്റുന്നില്ല അല്ലേ? അങ്ങനെ ഒരു അബദ്ധം അല്ലേ? അതുകൊണ്ട് ചേർത്ത് അനിയനോട് പറയുന്നുണ്ട്. അനിയനോട് പറയുന്നതായിരിക്കും കുറച്ചുകൂടി സൗകര്യം, എളുപ്പം. അല്ല ഞാൻ കേട്ടു ധ്യാന്റെ വെള്ളക്കമ്പലിൽ ഒരാളാ അജു. ആയിരുന്നു. പക്ഷേ മാത്രം ഒരു വലിയ കോംപ്ലിമെന്റ് അജുന് തന്നിട്ടുണ്ട് ധ്യാൻ. എന്താണ്? അതായത് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് പടയപ്പയാണ് എന്നൊരു ഇന്റർവ്യൂല് ധ്യാൻ വിളിച്ചു പറഞ്ഞു. അതായത് ധ്യാന്റെ അടുത്ത് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന പ്രശ്നമില്ലല്ലോ. എനിക്കൊന്ന് കുഞ്ഞിരാമായണം ചെയ്യുന്ന സമയത്താ. ആ സമയത്ത് നമ്മളിങ്ങനെ വൈകിട്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ കാര്യം നല്ല സിനിമയാണ്, നമുക്കറിയാം ഒരു നല്ല സിനിമയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാരും സുഹൃത്തുക്കള്. വിനീതുണ്ട്. വിനീത് പിന്നെ ഇതിലൊന്നും പങ്കുചേരില്ല. മാറി നിൽക്കുമല്ലേ? അദ്ദേഹം ഉറക്കം വരുന്നെന്നൊക്കെ പറഞ്ഞ് അങ്ങ് മുങ്ങും. അവിടെ ബാക്കി എല്ലാരും ഉണ്ട്. ഹരീഷേട്ടൻ, ബിജുക്കുട്ടൻ ചേട്ടൻ, അങ്ങനെ എല്ലാരും ഉണ്ട്. അപ്പൊ ഈ അങ്ങനെ ഒരു അവസരത്തിലായിരിക്കാം അവൻ കണ്ടേക്കുന്നേ. എനിക്ക് പ്രഭാസാന്ന് തോന്നും. എനിക്ക് ഭയങ്കര ശക്തി ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അനുഭവിക്കും. ആൾക്കാർക്ക് ഒളിമ്പ്യൻ സിനിമ ഓർമ്മ ഉണ്ടാവും. ഒളിമ്പ്യൻ അന്തോണി യാദവ്. അതില് ജഗദീഷ് ശ്രീകുമാറിന്റെ അടിയാണ് ആൾക്കാർക്ക് ഓർമ്മ വരിക. സദാ അങ്ങനെ വിളിക്കാം. ധ്യാനെ ഞാൻ സദാ വിളിക്കുന്നേ. ധ്യാൻ അങ്ങനെ ആയിരിക്കും പറഞ്ഞേക്കുന്നത്. എനിക്ക് എന്റെ ഉള്ളിലെ ഫീലിംഗ് അല്ല, സാധാരണ ഇപ്പം നമ്മള് മദ്യം ആരോഗ്യത്തിന് ഹാനികരം, തീർച്ചയായും സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ്, തീർച്ചയായും അങ്ങനെ തന്നെ കിടക്കട്ടെ. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ചോദിക്കുക. സാധാരണ ഇതിലൊരു അല്പം കൂടുതൽ ഉള്ളിച്ചെന്നാൽ എന്താവും? ഈ പടയപ്പയ്ക്ക് അപ്പുറം സംഭവിക്കുമോ? ധ്യാൻ കുറച്ച് കണ്ടതാണോ? ഇല്ലില്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നത് പിന്നെ ബാഹുബലി കണ്ടപ്പോ മനസ്സിലായി എനിക്ക് പ്രഭാസിന്റെ ശക്തിയാ. ബാഹുബലി തോന്നും തോന്നല ചേട്ടാ. ഇല്ല, ഈ പറഞ്ഞ തോന്നലേ ഉള്ളൂ. എന്റെ കൂടെ ഉള്ള ഒരാളുണ്ട്, അപ്പം അദ്ദേഹം പുറത്ത് പൂട്ടിയിടും, അതുകൊണ്ട് പുറത്തിറക്കില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ വെള്ളം എന്ന് പറഞ്ഞ സിനിമ കാണുന്ന വരെ ഉള്ളായിരുന്നു. വെള്ളം എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ അത് ഭയങ്കര ഒരു തിരിച്ചറിവുണ്ടായി. കോവിഡിന്റെ സമയത്താണ് അത് ഇറങ്ങിയത്. അത് തന്നെയായിരുന്നു ഒരു പരിധി വരെ ഞാൻ അതിൽ നിന്ന് ഒരു പരിധിയല്ല കട്ട് ഓഫ് ആയത്. അപ്പൊ ഇപ്പൊ കള്ളുകൂടി ഇല്ല, നിർത്തി. അത് തുടങ്ങാൻ വേണ്ടി നിർത്തിയതോ അതോ? ചില കള്ളുകൂടിമാര് പറയാറുണ്ട് ഇന്നും കൂടെ കഴിച്ചിട്ട് നിർത്തുക. ഇപ്പൊ രണ്ട് വർഷം മേലെ. ഒയ്യോ, അത് വലിയ പീരീഡ് ആണല്ലോ. അതെ, 2 കൊല്ലം. ഇതാർക്കെങ്കിലും ഉറപ്പ് കൊടുത്തിട്ട് വാരിക്കോ? ആർക്കെങ്കിലും? ആ സിനിമയുടെ ഇമ്പാക്ട് ആയിരുന്നു തീർച്ചയായിട്ടും. കാര്യം അതിന്റെ പ്രൊഡ്യൂസർ മുരളി ചേട്ടൻ ഈ പറഞ്ഞ പോലെ വെള്ളം മുരളി എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹം എന്റെ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അല്ല, അദ്ദേഹം ഷാപ്പ് കണക്കിന് കുടിച്ചാണ്, ചെറിയ കുടിയൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ കഥകൾ മൊത്തം പറഞ്ഞു ഞാൻ തന്നെ ഞെട്ടി. വെള്ളം അടിക്കാത്ത എനിക്ക് പോലും ലഹരി ഫീൽ ചെയ്തു. അതെ, അത്രയും അങ്ങനെയാണ്. ഇതിപ്പോ ധ്യാൻ അങ്ങനെ എനിക്ക് തോന്നുന്നു ഏതോ ഒരു സദസ്സിൽ അങ്ങനെ കണ്ടിട്ടുണ്ടാവാം. പക്ഷെ എനിക്കൊന്ന് ഈ 2.5 കൊല്ലത്തിന് മുമ്പ് ഓർമ്മ വെച്ചാണോ ധ്യാൻ ഇപ്പോഴും സംസാരിക്കുന്നത്? അവന് ജനിച്ച ഓർമ്മ വന്ന കാലം തൊട്ട് എല്ലാ കഥയും അറിയാൻ ചേട്ടാ. അതുകൊണ്ടല്ലേ ഈ സാറിനെ കുറിച്ചും ആന്റിയെ കുറിച്ചും ചേട്ടനെ കുറിച്ചും ഒക്കെ. പിന്നെ ഒരു 80% കഥയും ബാക്കി ഒരു 20% പുള്ളിയുടെ ഒരു കാൽപ്പനികതയൊക്കെ ഉണ്ട് അതിൽ. അത് ഒരു കഥ പറയുന്ന പറയണമല്ലോ. അതെ, 80% സത്യമുണ്ട്. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു സിനിമ ഉണ്ടല്ലോ, വർഷങ്ങൾക്ക് ശേഷം. അത് അജുവിനെയൊക്കെ വളരെ ബഹുമാനത്തോടെ ആൾക്കാർ ട്രോൾ ചെയ്യുന്നുണ്ട്, എല്ലാരെയും. ധ്യാനതിൽ നിന്ന് രക്ഷപ്പെട്ടു. വിനീതിനൊക്കെ അത്യാവശ്യം കിട്ടി, എല്ലാവർക്കും ഉണ്ട്.
അപ്പൊ അജു അവിടുന്ന് എയർലൈൻ നിവിനും രക്ഷപ്പെട്ടു. നിവിനും ബേസിൽ ഒരെണ്ണേ പിടിച്ചുള്ളൂ. ഞാൻ ബേസിൽ അത് അയച്ചു കൊടുത്തായിരുന്നു. രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട, എനിക്ക് ഒരെണ്ണം കിട്ടി. അല്ല അജുവിനത് അത്യാവശ്യം എൻജോയ് ചെയ്തോ? അത് ഞാനത് ഈ ഓണേറി കയറിയിട്ട് എന്നാ ഇറങ്ങിയത്? ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയത്. വലിയ പാടായിരുന്നു അല്ലേ? ഇല്ല, ഞാനത് ആസ്വദിക്കുന്ന ആളാ. സാധാരണ ഈ ട്രോൾ ചെയ്താലേ നമുക്ക് ചിലപ്പോ ഇത്തിരി കിരി മുറിക്കുന്ന ട്രോളൊക്കെ ആയിരിക്കും. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫീൽ എങ്ങനെയാ? ട്രോളുകൾ നമുക്ക് കാര്യം അറിയാം, അത് ഉണ്ടാക്കാൻ ഭീകര ക്രിയേറ്റിവിറ്റി വേണം. നല്ല ജോലിയാ. അപ്പം ട്രോളിനെ ഞാൻ അതിന്റെ സെൻസിൽ പണ്ട് തൊട്ട് എടുത്തിട്ടുള്ളൂ. പക്ഷെ ചില സമയത്ത് നമുക്കറിയാം ആ ട്രോൾ ഒരു വാണിംഗ് ആണ്. ഞാൻ അങ്ങനെയും കൂടെ കാണാറുണ്ട്. അല്ല, തീർച്ചയായിട്ടും അത് നമ്മളെ നവീകരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. സത്യമായിട്ടും. മാത്രമല്ല നമുക്ക് ശ്രദ്ധിക്കാനുള്ള ചില ജാഗ്രതകൾ. ഇനി നമ്മൾ ഈ തെറ്റ് തുടരരുത്, ഇത് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്ന് നിങ്ങളുടെ പാത മാറ്റണം എന്ന് പ്രേക്ഷകർ തരുന്നൊരു, തീർച്ചയായിട്ടും പ്രത്യേകിച്ച് പുതിയ ജനറേഷൻ. കാര്യം ഇത് എനിക്കൊന്ന് ഒരു 18-35 ഒക്കെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് കൂടുതലും ട്രോൾ അടിക്കുന്നത്. എനിക്കൊന്ന് അതിന് 40+ ഒന്നും ട്രോളിലേക്കൊന്നും പോകുന്നില്ല. ഒരു പ്രായമായി തുടങ്ങി. അവരെ പൊതുവെ സോഷ്യൽ മീഡിയ വസന്തം എന്നാ വിളിക്കുന്നത്. നമ്മളൊക്കെ ഞാൻ 40 40-ആയോ? ഓ, കൺഗ്രാജുലേഷൻ. ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഈ വസന്തം കാറ്റഗറിയിലോട്ട് എത്തിയവരാണ് അതിന് മുകളിലോട്ടുള്ളവര്. വേറൊന്നുമല്ല, എനിക്ക് തോന്നുന്നു ചേട്ടാ, ഈ തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ എല്ലാവരും പോവും. ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റ് ആവുന്ന സിനിമ ചിലപ്പം ഈ ചെറുപ്പക്കാരുടെ കാറ്റഗറി അല്ലാത്തവരും കുടുംബങ്ങളൊക്കെ പോകും. പ്രത്യേകിച്ച് ഒരു വിനീതിന്റെ സിനിമ എന്ന് പറയുമ്പോൾ അപ്പോൾ അവർക്കിത് വളരെ ഓക്കെയാണ്. പക്ഷെ തിരിച്ച് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ, ഡിജിറ്റൽ ഇതിൽ വരുമ്പം അവിടെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഏജ് എന്ന് പറയുന്ന ഒരു 10 to കൂടുതലും ഒരു 30 വരെ ഉണ്ടാവും. അപ്പൊ അവർക്ക് കണക്ട് ആവാത്ത എന്തെങ്കിലും ഉണ്ടാവാം ചിലപ്പോ. അല്ല, ഈ വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് തിയേറ്ററിൽ അത്യാവശ്യം നന്നായി ഓടി അഭിപ്രായമൊക്കെ ഉണ്ടാക്കിയ സിനിമയായിരുന്നു. പക്ഷേ OTT വന്നപ്പോൾ അത് വല്ലാത്തൊരു 2 നിലയിലോ 3 നിലയിലോ ഒക്കെ താഴെ വീഴുന്നതാണ് കണ്ടത്. അത് ഈ പറഞ്ഞ പോലെ ആ കാറ്റഗറി അല്ല, കാരണം ഈ OTTയും യങ്സ്റ്റേഴ്സ് ആണല്ലോ. തീർച്ചയായും. അപ്പൊ അവർക്ക് എന്തുകൊണ്ടാണ് അത് തിയേറ്ററിൽ പ്രശ്നം ഉണ്ടായില്ല? OTTയിൽ വർക്കല്ല എന്നുള്ളതിനേക്കാളും OTTയിൽ സിനിമ വന്നതിന് ശേഷം ഇത് ചർച്ച ചെയ്യുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലുള്ള ഏജ് ഗ്രൂപ്പ് ഈ 10 വയസ്സ് ടു അല്ലെങ്കിൽ ഒരു 12 വയസ്സ് ടു ഒരു 30 വയസ്സാണ് കൂടുതലും സജീവം. ഒരിക്കലും ഒരു 35-40 എബവ് ഉള്ളവരൊന്നും എനിക്കൊന്ന് അവര് അവരുടെ ജീവിതത്തിന്റെ ഓട്ടത്തിൽ ഈ ഇവിടെ ഇരുന്ന് ഇതിന് സമയമില്ലല്ലോ. അതെ, കുത്തിക്കൊണ്ടിരിക്കുക. ഇത് ബേസിക്കലി ഒരു എന്റർടൈൻമെന്റ് ആണ് ഫസ്റ്റ്. അല്ലേ, ഞാൻ ചോദിക്കുന്നത് അജി, ഇങ്ങനെയുള്ള ഈ പ്രേക്ഷകർ, അതായത് ഈ ട്രോളുന്ന പ്രേക്ഷകര്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അറ്റാക്ക് ചെയ്യുന്ന പ്രേക്ഷകര്, ഇവര് നിങ്ങൾക്ക് ശരിക്കും ഭയമുണ്ടോ? ഇല്ല. ഞാൻ പണ്ട് തൊട്ടേ വെൽക്കം ചെയ്യുന്ന ഇല്ല. ഓക്കെ. മലയാള സിനിമയുടെ ഈ ഒരു ഇപ്പം ഇന്ന് 2024 നിൽക്കുമ്പോൾ കാലാവസ്ഥ വ്യതിയാനോ? 2024 മലയാള സിനിമ ഇന്ത്യൻ സിനിമയിലോട്ട് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയായി നിലനിൽക്കുന്നതിന്റെ ഒരു റീസൺ തീർച്ചയായിട്ടും പ്രേക്ഷകരാണ്. ആ പ്രേക്ഷകരുടെ ഒരു വോയിസിംഗ് ആണ് ഈ റിവ്യൂ പറയുന്നത്. അല്ല, അത് അജു അങ്ങനെ പറയുമ്പോൾ ഈ റിവ്യൂ ബോംബിങ്, അപ്പൊ അത് കുറച്ചു കാലമായിട്ട് വിവാദമാണല്ലോ. ഈ റിവ്യൂ ബോംബിങ് പല സിനിമകളെ ഓർഗനൈസ്ഡ് ആയിട്ട് പൊളിക്കാൻ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഈ അടുത്ത കാലത്തിൽ വിമർശനങ്ങൾ വന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ പടം റിലീസ് ചെയ്യുമ്പോൾ ആളുകളെ ഓർഗനൈസ്ഡ് ആയിട്ട് അകത്ത് കയറ്റി കാണിച്ച് അഭിപ്രായം ഉണ്ടാക്കി മറ്റുള്ള ഫാമിലിയൊക്കെ ക്ഷണിച്ചു വരുത്തി സിനിമ കാണിച്ച് സിനിമ ഹിറ്റാക്കുന്നു എന്ന് പറയുന്ന ഒരു സീരീസും നമ്മുടെ മലയാളത്തിൽ ഏഷ്യൻ ന്യൂസ് പോലെയുള്ള TV ചാനലുകളൊക്കെ പുറത്തു വിട്ടു, അങ്ങനെയുള്ള വാർത്തകളൊക്കെ. അപ്പോൾ ഈ റിവ്യൂ ബോംബിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം, കാരണം വളരെ ഒരു എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നത്. അത് കറക്റ്റ് ആയിരിക്കും അജി. എത്രയോ കോടി രൂപയുടെ ഒരു ഇൻഡസ്ട്രിയാണിത്. അപ്പോൾ ആ ഇൻഡസ്ട്രിയെ തകർക്കാൻ ആൾക്കാർ റിവ്യൂ ചെയ്ത് ബോംബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ യോജിക്കില്ല. കാര്യം സിനിമ നല്ലതാണെങ്കിൽ ആര് റിവ്യൂ ചെയ്താലും ഇല്ലെങ്കിലും കണ്ടന്റ് നന്നാവണം. അതല്ലേ, കണ്ടന്റിൽ എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് വേണം. എന്തും പ്രേക്ഷകര്, എന്റെ ഒരൊറ്റ ചോദ്യമുള്ളൂ, നല്ലതായിരുന്നപ്പോൾ ഇവർ കൈയടിച്ചിട്ടില്ലേ? പിന്നെ തീർച്ചയായിട്ടും മോശമാകുമ്പോൾ അവർക്ക് വിമർശിക്കാൻ അവകാശം ഇല്ലേ? അല്ല, മാത്രമല്ല അജു, തിയേറ്ററിന്റെ ഉള്ളിലെ ഈ ഇരുൾ വീണ് കഴിഞ്ഞാൽ, വാതിലൊക്കെ കുറ്റിയിട്ട് അടച്ചു കഴിഞ്ഞ് തിയേറ്ററിൽ പടം തുടങ്ങിക്കഴിഞ്ഞാൽ പ്രേക്ഷകൻ പിന്നെ സ്വതന്ത്രമാണ്. അതെ, അവന് പിന്നെ യാതൊരു കെട്ടുപാടുകളും ഇല്ല. അങ്ങനെയല്ലേ അവന്റെ കാര്യങ്ങൾ. അതൊരു വേറെ ലോകത്തോട്ടാണല്ലോ നമ്മൾ എത്തുന്നത്. അവിടെ അവർക്ക് എന്തെങ്കിലും രീതിയിലൊരു ഡിസ്കണക്ഷൻ ഫീൽ ചെയ്താൽ അത് വോയിസ് ചെയ്യണം. അജു പൊതുവെ ഒരു മടിയനാണെന്ന് പറഞ്ഞു. അതെ, അത് എങ്ങനെയാണ് ഇത്രയും മടി ജീവിതത്തിൽ വന്നു കയറിയത്? മടി കൊണ്ട് രക്ഷപ്പെട്ട ഒരാളാ അജു വർഗീസ് എന്ന് പറഞ്ഞാൽ? മടി കൊണ്ട് രക്ഷപ്പെടാൻ പാടായിരിക്കും. ഇപ്പം ഞാൻ കേട്ടൊരു കഥയാണ്, എനിക്കറിയില്ല. അതായത് മൈക്രോസോഫ്റ്റിന്റെ മുതലാളി, നമുക്കറിയാം ആരാണ്, പേരെടുത്ത് ഞാൻ ഇനി പറഞ്ഞ വെറുതെ കേസോ ഒന്നും വരണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പുതിയ റിക്രൂട്ട്മെന്റ്സ് നോക്കിയപ്പോ മടിയുള്ള ആൾക്കാർക്ക് സെലക്ഷൻ കൊടുത്തു. എന്താന്ന് വെച്ചാൽ അവർ ഏറ്റവും വ്യത്യാസമുള്ള ഒരു രീതിയിൽ ഒരു ജോലി തീർക്കാനുള്ള വഴി കണ്ടെത്തുന്നു. അവരനങ്ങാതെ അവരുടെ ശരീരം അനങ്ങാതെ
അവര് പണി തീർക്കും. അപ്പൊ എനിക്കും ആ ജോലി തീർക്കാറുണ്ട്, ജോലിയിൽ സമയത്ത് എത്താറുണ്ട്, ജോലി തീരാറുണ്ട്. പക്ഷെ ഞാൻ ഇനി ഇറങ്ങി പ്രവർത്തിച്ചോ ഇല്ലോ എന്നൊന്നും നമുക്കറിയേണ്ട കാര്യമില്ലല്ലോ. അല്ല അജു ഇതേ അഭിപ്രായം വെച്ചിട്ടാണ് ഒരു സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയല്ലോ, ജേക്കബിന്റെ സ്വർഗരാജ്യം അല്ലേ? അപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടർ ആയപ്പോ അപ്പൊ മനസ്സിലായത് നല്ല പണിയുള്ള പരിപാടിയാണ്. അതെ. എങ്ങനെ ഉണ്ടായിരുന്നു അത് ഇറങ്ങിയപ്പോ? ചേട്ടൻ ആ ചോദ്യം ചോദിച്ചപ്പോ തന്നെ എന്റെ മുഖത്തൊരു ഭാവം ആ ഓർമ്മകൾ അല്ലേ? ദുബായിലായിരുന്നു ചേട്ടാ ഷൂട്ട്. അപ്പൊ ഞാൻ 2015 നവംബർ ഡിസംബർ. അപ്പൊ എന്റെ അങ്ങനെ ഒക്കാത്തൊരു പണിയുടെ തോളയിൽ വെച്ചത് അല്ല, അപ്പൊ എനിക്ക് സിനിമയിൽ വരുന്നതിന് മുന്നേ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് ഡയറക്ഷനും റൈറ്റിംഗും ആയിരുന്നു എന്റെ ആഗ്രഹം. വളരെ യാദൃശ്യമായിട്ടാണ് ഞാൻ നടനായി മാറിയത്. കാര്യം ഞാനൊരു സ്കൂൾ നാടകമോ ഒരു പാട്ട് പാടാനോ സ്റ്റേജിൽ കയറിയിട്ടില്ല ജീവിതത്തില്. അപ്പൊ നടന്റെ കൈപ്പിഴയാണത്. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഒരാൾക്ക് സിനിമാ നടനാകാൻ മോഹിക്കുക എന്ന് പറയുന്നത് വളരെ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രീഡി അറ്റംപ്റ്റ് ആണ്. അപ്പൊ അത് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ യാദൃശ്ചികമായിട്ട് എനിക്ക് കിട്ടിയത് അതാണ്. ആദ്യ സിനിമ മലർവാടി ആർട്സ് ക്ലബ്ബാണ്. അതെ. അപ്പൊ ഈ സിനിമയില് അജുവിനെ എന്തിന് വിനീത് ശ്രീനിവാസൻ സെലക്ട് ചെയ്തു എന്നത് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? വിനീതിന്റെ ന്യായീകരണം ഉണ്ടാവും. ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് കിട്ടിയൊരു ലോട്ടറി അത് ഞാൻ ഉപയോഗിച്ചേ ഉള്ളൂ. എന്ത് ബുദ്ധിയാണല്ലേ എനിക്കത് ഗുണമായി. എനിക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാലോ, ആ മലർവാടി ആർട്സ് ക്ലബിന്റെ ഒരു ചെറിയ വീഡിയോ അജുവിനെ ഓർമ്മിക്കാൻ വേണ്ടി ഒന്ന് കാണിച്ചു തരാം. മലർവാടി ആർട്സ് ക്ലബിലെ ഒരാളാണ് ഞാൻ. എൻ്റെ പേര് കുട്ടു. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിനീത് ശ്രീനിവാസൻ ആദ്യമായി കഥ, തിരക്കഥ, സംവിധാനം ചെയ്യുന്നതും ഗാനം രചിച്ചതും അതിലെ ഗാനങ്ങൾ ചിലതൊക്കെ പാടിയിരിക്കുന്നത് അദ്ദേഹമാണ്. എൻ്റെ വേഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലൊരു ചെറിയ ഈ 4 പേരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മാത്രമല്ല ഈ ഗ്രൂപ്പിലെ ഒരു എന്റർടൈനർ. ഇതാണല്ലേ ഇത് കുറച്ച് ഓടിയതാ ഈ സാധനം അല്ലേ? ഞാൻ തന്നെ എടുത്തിട്ടെ. കാര്യം ഇത് ആ സമയത്ത് ഷൂട്ട് ചെയ്തൊരു കുട്ടി എനിക്ക് അയച്ചു ആ പയ്യൻ. അപ്പം തീർച്ചയായിട്ടും ഇത് വളരെ ഞങ്ങൾക്ക് ഇത് വളരെ എങ്ങായിരിക്കുന്നു. അല്ല, 25 വയസ്സുള്ള ഇത് ഞങ്ങൾക്ക് വളരെ അമൂല്യമാണ്. കാര്യം ഞങ്ങളുടെ ആദ്യത്തെ ഇന്റർവ്യൂ കാണുന്നവർക്ക് ഇത് ഭയങ്കര കോമഡി. അല്ലെന്നാലും നന്നായി. കാരണം അജു എന്നുവെച്ചാല് ഒരു തുടക്കക്കാരന്റെ ഒരു പരിഭ്രമവും ഒക്കെ വെച്ച് സംസാരിക്കുന്ന ഇനിയിപ്പോ കാണാൻ പറ്റൂ ഇല്ല അല്ലേ? അത് അന്ന് കണ്ടത് അല്ല, അതൊക്കെ മുഖത്തുണ്ട് തന്നെ. അതൊക്കെ ഇനി നമുക്ക് വരുത്തി ചേർക്കാൻ വലിയ പാടല്ല. നമ്മള് മടി പിടിച്ച് അസിസ്റ്റന്റ് ഡയറക്ടറായത്. അപ്പം അങ്ങനെ യാദൃശികമായ അഭിനയത്തിലോട്ട് വന്നപ്പോഴും എന്റെ ഉള്ളിൽ ആ കെടാത്ത ആഗ്രഹം കിടപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ അതാണല്ലോ ആഗ്രഹിച്ചത്. എവിടെയോ ഒരു ശ്രീനിസാറിന്റെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ സിനിമയായിട്ട് ബന്ധമുള്ളവരുണ്ടോ? നാടകം, കളറി, കഥകളി, അപ്പം ഈ ആഗ്രഹം ഞാൻ വിനീതിനോട് കോളേജ് തൊട്ടേ പറയുന്നുണ്ട്. ഇങ്ങനെ എനിക്ക് എഴുതണം, അല്ലെങ്കിൽ സിനിമ സംവിധാനം ചെയ്യണം. നിങ്ങളുടെ കോളേജ് വെച്ച് കാണാറുണ്ട് അല്ലേ? കാണാറുണ്ട്. അപ്പം അങ്ങനെ നിന്ന സമയത്ത് ഇത് ഇലക്ട്രോണിക്സും അതേതായിരുന്നു? മെക്കാനിക്കൽ. ഭയങ്കര പഠിപ്പിച്ച ഡിസ്റ്റിങ്ഷനാ. അതിന്റെ കൂടെ അത് പ്രതീക്ഷിച്ചില്ല. ഡിസ്റ്റിങ്ഷനാ. അപ്പൊ അങ്ങനെ നിന്നപ്പോ ഞാൻ ഈ 2015 നവംബർ ഡിസംബർ എനിക്ക് ആ സമയത്ത് സിനിമകൾ ഉണ്ട്. ഞാൻ വന്ന സിനിമകൾ 2 ഞാൻ പറഞ്ഞു ഞാനില്ല, ഇതേപോലെ എൻ്റെ അസ്റ്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. വിനീത് അപ്പോഴേ എന്നോട് പറഞ്ഞു, വരുന്ന സിനിമകൾ വിട്ടിട്ട് നീ പണിക്ക് വരരുത്, നിനക്ക് ചിലപ്പോൾ ഈ പണി ഇഷ്ടപ്പെടില്ല, നിന്നെ കൊണ്ട് പറ്റൂല. ഇത് പറഞ്ഞിരുന്നു പുള്ളി ആദ്യം ആ പുള്ളിയുടെ സൈഡ് ക്ലിയർ ചെയ്തു. ഞാൻ എൻ്റെ വാശിക്ക് പറഞ്ഞു ഇല്ല, ഇതാണ് എൻ്റെ ആഗ്രഹം, ഇതാണ് എൻ്റെ സ്വപ്നം. ഞാൻ ഫ്ലൈറ്റ് കയറി ഇവരോടൊപ്പം. ചേട്ടാ പറഞ്ഞാൽ വിശ്വസിക്കില്ല, എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ പോകുക. ഇവർ ഷൂട്ട് ചെയ്യുമ്പം ഈ മോണിറ്ററിന്റെ വിനീത് ഇരിക്കുന്നതിന്റെ ഇപ്പുറത്തിരിക്കുക, ഇരുന്നിട്ട് ഇങ്ങനെ കണ്ടിട്ട് നിവിന ചെയ്ത് ശരിയായില്ല, ഒന്നുകൂടെ അടുപ്പിക്ക് ശരിയായില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ വൈകിട്ട് നിവിനിപ്പോ പാക്കപ്പ് ഒക്കെ കഴിയുമ്പം എവിടെ കറങ്ങാൻ പോയാലോ എവിടെങ്കിലും. ഇത്രയൊക്കെ ഞാൻ വിചാരിച്ചുള്ളൂ. അതായത് ഒരു അസിസ്റ്റന്റ് ഡയറക്ഷനേക്കാളും എല്ലാവരും ചുമ്മാ അവിടെ ആള് കളിച്ച്. എന്റെ കൂട്ടുകാരനാ പ്രൊഡ്യൂസർ നോബിള്, എന്റെ കൂടെ വിനീതിനോട് കോളേജിൽ പഠിച്ച്. അപ്പം കൂട്ടുകാരന്മാര് ദുബായിൽ ഒരു പടം ഷൂട്ട് ചെയ്യുമ്പം നമ്മളവിടെ ആള് കളിച്ച് നിൽക്കുന്ന ഒരു കാര്യസ്ഥ പരിപാടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചെന്ന് ഇറങ്ങി, സത്യസന്ധമായിട്ട് ഞാൻ പറയാം, വെളുപ്പിനെ ചെന്ന് ഇറങ്ങി 7 മണിക്കത്തെ ലാൻഡിങ് ഫ്ലൈറ്റ്. 10 മണിയായപ്പം ലൊക്കേഷൻ കാണണം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് പറ്റൂല എന്ന്. കാര്യം 3 ദിവസം കഴിയുമ്പോൾ മരുഭൂമി, അവിടെ ഓരോ ഏരിയകൾ എനിക്കറിയില്ല ഇപ്പൊ പെട്ടെന്ന്. 3-ാം ദിവസം ഞാൻ വിചാരിച്ചു ഇത് തിരിച്ചു കയറാം. പക്ഷെ അവിടെ എനിക്ക് പറ്റിപ്പോയ അബദ്ധം, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ അത്യാവശ്യം 1-2 മാധ്യമങ്ങളിൽ ഇന്റർവ്യൂ കൊടുത്തായിരുന്നു ഞാൻ അതുകൊണ്ട് തിരിച്ചു വന്ന നാണക്കേടാ. രാവിലെ 5 മണിക്ക് ഇറങ്ങണം. എണീക്കണം എന്നല്ല, ഇറങ്ങണം. വാനിൽ കയറി പോയാലേ എവിടെയോ ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റും. അത് എല്ലാരും കൂടെ ഉള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാരും കൂടെ ഉള്ള വാനാ. ഈ 5 മണിക്ക് ഇറങ്ങണമെങ്കിൽ ഒരു 4:30 എണീക്കണ്ടേ. ഇത് കഴിഞ്ഞ് വിനീതിന്റെ സെറ്റിൽ ചേട്ടാ, സത്യസന്ധമായിട്ടും എല്ലാ സെറ്റും അങ്ങനെ ആയിരിക്കാം, ഈ പുള്ളി ഇരിക്കൂല.
സംവിധായകൻ ഇരുന്നില്ലെങ്കിൽ നമുക്കിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ നടനല്ലല്ലോ. അന്നാണ് ഞാൻ മനസ്സിലാക്കി ഇവരൊന്നും ഇരിക്കുന്നില്ല എന്ന്. അതായത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴേ ഒരു 10 മിനിറ്റ് ഒന്ന് ഇരിക്കുന്നുള്ളൂ. എനിക്കിത് പരിചയമില്ലാത്തൊരു പരിപാടിയായി പോയി. ഇങ്ങനത്തെ ഒരു സിനിമയുടെ ഒരു ഞാൻ ബോധർ ചെയ്തിട്ടില്ല. ഞാൻ എന്തിനു നോക്കണം, എനിക്കെന്ത് ആറ്റിറ്റ്യൂഡായിരുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞ് തിരിച്ചെത്തി കഴിഞ്ഞാൽ എനിക്ക് ആളെ മാറ്റണം, റിപ്പോർട്ട് എഴുതണം, ഓരോ ടേക്ക് റീടേക്കിന്റെയും. പിന്നെന്താ ബേസിക് അവിടുത്തെ ലൊട്ടിലൊടുക്ക് ജോലികളൊക്കെ ചെയ്യണം. ആള് കുറവാണല്ലോ. ദുബായിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ഫുൾ ടീമായിട്ട് പോവില്ലല്ലോ. അങ്ങനെ ചെയ്ത് തിരിച്ചെത്തി കഴിയുമ്പോൾ ഒരു 10 മണിയാവും. 10-11 മണിയായി വന്നു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് എഴുതണം. ഈ രാവിലെ ഓരോന്ന് ഇതെല്ലാം എഴുതി എഡിറ്റർക്ക് ഒരു കോപ്പി, വേറൊരു കോപ്പി, 2 കോപ്പി എടുക്കണം. പ്രതിഫലം എത്ര കിട്ടും ഒരു ദിവസം? പ്രതിഫലം സംസാരിച്ചു കൂട്ടുകാരുടെ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ചേട്ടൻ പറഞ്ഞ 2 എണ്ണം അടിച്ചിട്ട് കൂടെ കിടക്കണ്ടേ. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു 1 മണിയാവും. വീണ്ടും 4-4:30 എണീക്കണ്ടേ. ഒരു ദിവസമാണെങ്കിൽ കുഴപ്പമില്ല, 2 ദിവസമാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എനിക്കങ്ങോട്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ കണ്ണിന് അതൊന്നും ആയില്ല. അതിനുള്ള സമയമൊന്നും ഇല്ല. 1-2 വല്ലതും അടിക്കാൻ പറ്റിയ. എനിക്ക് ഇഷ്ടത്തോടെ ചെയ്തില്ല. പിന്നെ എനിക്ക് ഇഷ്ടത്തോടെ ചെയ്ത ജോലിയല്ല. പിന്നെ ഒരു കെട്ടിയിട്ടുണ്ട്. അതിലെന്റെ മക്കൾ അഭിനയിച്ചിട്ടുണ്ട്. 2 പേരും 1 വയസ്സുള്ളപ്പോ. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ കണ്ണിന് വേദനയാന്ന് പറഞ്ഞ് ലീവ് എടുത്തു. കാര്യം എനിക്ക് മതിയായി. എന്തെങ്കിലും ഒരു കാരണം ഇല്ല, ഇത് കേറാനല്ല, അവിടെങ്കിലും ഒന്ന് കിടന്നുറങ്ങാമല്ലോ. കാര്യം രാവിലെ പോവാ, രാത്രി വരിക. ഞാൻ ഉദ്ദേശിച്ച എന്താ പറയാ, എന്റെ കിനാശ്ശേരി ഇതല്ല. ഈ കിനാശ്ശേരിയിൽ നമ്മൾ വാഴൂല. അത് കഴിഞ്ഞിട്ട് ഇവര് തിരിച്ച് ഊട്ടിയിലെ സ്കെഡ്യൂളിന് വന്നു. നാട്ടിൽ പിന്മാറാൻ ശ്രമിച്ചോ? ഞാൻ ഊട്ടിയിലെ സ്കെഡ്യൂളിൽ പോയില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അതൊരു എക്സ്പീരിയൻസ്. പക്ഷെ അതിന് ശേഷം ഇവരെയൊക്കെ കാണുമ്പോൾ ഒരു ഇച്ചിരി ബഹുമാനം, അല്ലെങ്കിൽ ഒരു പരിഗണന മനസ്സിൽ വന്നു. തീർച്ചയായിട്ടും. ഇപ്പം ഒരു ചിന്തയുണ്ടല്ലോ, ഇപ്പോഴും അവര് വന്ന് വിളിക്കുമ്പോൾ ഫസ്റ്റ് ചില ദിവസങ്ങളിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ പറയും. എങ്കിലും നമ്മൾ അവരെ പഴയ പോലെ ട്രീറ്റ് ചെയ്യാറില്ല. അല്ലെ, വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു അജുവിന്റെ കുട്ടിക്കാലമൊക്കെ? വീട്ടിൽ നിന്ന് മാത്രമല്ല, അജുവിൻ്റെ ഒരു എക്കണോമിക്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് നമ്മുടെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന പൈസ നമ്മൾ നന്നായിട്ട് പാഴായിട്ട് ചെലവഴിച്ചാൽ മാത്രമേ നമ്മളുണ്ടാക്കുന്ന പൈസ നമ്മൾ കാര്യമായിട്ട് ചെലവഴിക്കൂ. നല്ല ഫിലോസഫിയാണ് അല്ലേ? നമ്മൾ കാശ് ഉണ്ടാക്കുന്നത് പഠിക്കാൻ എല്ലാവരും പഠിപ്പിക്കും അല്ലേ? വിദ്യാഭ്യാസം നേടി കാശ് ഉണ്ടാക്കുക, ഇത് നിലനിർത്തുക എന്നുള്ളതാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. അതിപ്പോഴും ഞാൻ പഠിച്ചിട്ടില്ല, വേറെ കാര്യം. എന്നാലും ചെലവാക്കി ശീലിച്ചാലല്ലേ നമുക്ക് എവിടെയൊക്കെ ചെലവുകൾ ഉണ്ടെന്ന് അറിയുള്ളൂ. അതിന് ആദ്യം നമ്മൾ മാതാപിതാക്കളുടെ കാശ് ചെലവാക്കിയാലല്ലേ. വീട്ടിൽ നിന്ന് കാശടിച്ച് മാറ്റുമായിരുന്നു പറഞ്ഞു. അത് വളരെ ചെറുതല്ലേ. ഈ 1 രൂപ അന്ന് 25 പൈസയുള്ള കാലമല്ലേ, 10 പൈസയൊക്കെ ഉള്ള കാലം. അപ്പൊ ഈ ധാരാളിയാണോ? പൈസ ഒരുപാട് ചെലവാക്കുന്ന ആളാണ്? എന്നിൽ അങ്ങനെ ചെലവാക്കാറില്ല. എനിക്ക് അങ്ങനെ വസ്ത്രവിധാനങ്ങളോ അല്ലെങ്കിൽ ആക്സസറീസിനോടൊന്നും വലിയ വണ്ടികളോടൊന്നും ഭ്രമമില്ല. ഭക്ഷണം പിന്നെ അജുവിനെ ഒരു സ്റ്റില് കാണിച്ചു തരാം. അത് ആരാണെന്ന് അജുവിന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. എന്താണ് ഇത്? ഞാനാണ്. ആണോ? ഉറപ്പാണോ? ഇങ്ങനെ തന്നെ ഇരുന്നോ? ഇതാണ് ആക്ച്വൽ ഫോട്ടോ. മുകളിലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് എല്ലാ വീട്ടിലും അന്നത്തെ ഒരു പതിവ് ചടങ്ങാണല്ലോ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏതെങ്കിലും സ്റ്റുഡിയോ കൊണ്ട് കമത്തി കിടത്തിട്ട് എടുക്കുക എന്നുള്ളത് ആ കാലത്തെ ഒരു എന്താ റൊട്ടീനാണല്ലോ. രണ്ടാമത് ഇപ്പോഴത്തെ ടെക്നോളജി കാണാൻ ഭയങ്കര രസമായിരുന്നു. അത് കളർ ചെയ്തതാണ്. അതെ, അത് തന്നെ അല്ലേ? അപ്പൊ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, താങ്ക് യു അജു. മാത്രല്ല അന്നൊരു ഇന്നസെൻസ് ഉണ്ടായിരുന്നു മുഖത്ത്. ഇന്ന് കള്ളലക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും അല്ലേ? എവിടെ അതിന്റെ ആവശ്യം എവിടെയാ അജു? ആക്ഷന്റെ കട്ടിന്റെ ഇടയ്ക്ക് അതാണ് ഏറ്റവും വേണ്ടി വരും. അത് വിറ്റല്ലേ നമ്മള്. അജു പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് പഠിച്ച ആളാ. ഒരുപാട് ക്ലാസ്സിൽ സപ്ലൈ ഉണ്ടായിരുന്നു. ഇല്ല, 9 സപ്ലി ഒന്നിച്ചെഴുതി എടുത്തു എന്നുള്ള ഖ്യാതി ഉണ്ട്. കഴിഞ്ഞ തവണ എന്നോട് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. അത് ചെറിയ കാര്യമല്ല. പക്ഷെ 9 ചെറുതാന്ന് പിന്നെ മനസ്സിലായി. എന്റെ കൂട്ടുകാർ 30 ഒരുമിച്ച് എഴുതിയെടുത്തവരുണ്ട്. ഈ വിനീത് ശ്രീനിവാസൻ ഇങ്ങനെ ഒരു ദുർബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ, പിടിച്ച് സിനിമയിലാക്കിയില്ലായിരുന്നെങ്കിൽ എങ്ങോട്ട് പോകുമായിരുന്നു? ഇവിടെ തന്നെ കേറാൻ മാക്സിമം. എൻസൈക്ലോപീഡിയ വിൽക്കാൻ തമിഴ്നാട്ടിൽ പോയോ? ഒരു ദിവസം. അതായത് ഞാൻ ഈ അബദ്ധത്തിൽ പാസ്സായി. ആഗ്രഹം ഉണ്ടായിരുന്നു പാസ്സാവണമെന്ന്, പക്ഷെ ഒറ്റയടിക്ക് പാസ്സാവെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല. ആ റിസൾട്ട് വന്നപ്പം 2 എണ്ണം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വൈകിട്ട് എന്റെ അമ്മാച്ചന്റെ വീട്ടില്. അപ്പൊ അന്ന് റിസൾട്ട് വരുന്നത് എനിക്കറിയില്ല. അപ്പൊ ഇത് അടിച്ചിട്ട് എന്റെ നാട്ടിലെ കൂട്ടുകാരൻ ലിജോഷ് കോഴഞ്ചേരിക്കാരൻ വിളിച്ചിട്ട് പറയാ, റിസൾട്ട് വന്നു, നീ പാസ്സായി. ചേട്ടൻ വിശ്വസിക്കില്ല, അടിച്ചത് പോയില്ല, അങ്ങനെ സ്റ്റക്കായി പോയി. എനിക്ക് തോന്നുന്നു ആ ഒരു ഹൈ എനിക്ക് ഒരു 1.5 ദിവസം 2 ദിവസം ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. പക്ഷെ ആവണമെന്നുണ്ടായിരുന്നു, പാസ്സാവണമെന്ന്. ഞാൻ പോയി അന്ന് ഇതേപോലെ ഇന്റർനെറ്റ് ഇല്ലല്ലോ, കഫേ പോണമല്ലോ, പെട്ടെന്നൊന്നും 4G 3G ഒന്നും ഇല്ലല്ലോ.
നേരെ ഇന്റർനെറ്റ് കഫേ പോയി പറ്റാവുന്ന എല്ലാ വെബ്സൈറ്റിലും നോക്കി. അന്ന് TNEC ഇത് അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ ആണ്. അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി അടിച്ച് ഓരോ വെബ്സൈറ്റിലെയും യാഹുവിന്റെ ഇതിലൊക്കെ ഉണ്ടല്ലോ, പ്രിന്റ് ഔട്ട് എടുത്തു വെച്ചു. നാളെ മാറ്റി പറയാൻ പാടില്ല. ഒരിടത്തേ അല്ല, പല സൈറ്റിൽ നിന്ന് 3-4 ഞാൻ എടുത്തു വെച്ചു. പല പല മെയിൻ ഇതല്ലാത്ത വരുന്ന ഇവിടുന്നൊക്കെ റിസൾട്ട് പ്രിന്റ് ഔട്ട് എടുത്തു. അജുവിന് തന്നെ വിശ്വാസം ഇല്ല ഇത് സംഭവിച്ചു കാണുന്നുള്ളൂ അല്ലേ? ഇപ്പോഴും എനിക്ക് ഉറക്കത്തിൽ നേരത്തെ എന്തോ പറയാൻ വന്നു, അതായത് വിനീത് സിനിമ അടിച്ചു കയറ്റിയത്. അല്ല, ഇപ്പോഴും ഉറക്കത്തിൽ ചില സമയത്ത് ഞാൻ എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതാൻ പോകുന്നു. സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? ഇപ്പൊ പിന്നെ ഇനി എനിക്കത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബോധറിയില്ല. പിന്നെ കാര്യം അന്ന് നമുക്ക് നമ്മളുടെ ഉള്ളിലെ ഒരു അന്ന് ചോയ്സ് ഇല്ലല്ലോ ഏട്ടാ. ജോലികൾ പലതും ഇല്ലല്ലോ. ഇന്നാണല്ലോ പലതും വന്നത്. ഇന്ന് നമുക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് കാശ് സമ്പാദിക്കാം. ഒരു മനസ്സ് മതിയല്ലോ പണിയെടുക്കാനുള്ള. അന്ന് അത്രയും നമുക്ക് ധൈര്യമില്ലായിരുന്നു. ഇപ്പൊ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലെങ്ങോ ഒരു ഫേക്ക് സംഭവമാണെന്ന് അറിയത്തില്ല. 32,000 രൂപ കൊണ്ടിട്ട് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് 3 ലക്ഷം ആക്കി തരാന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് ആൾക്കാർ. അതെവിടെയാ ചേട്ടനൊന്നും പറഞ്ഞു തരണേ ഇത് പരിപാടി. അജുവിനെ പോലൊരു ലോക ഉഴപ്പിന് പറ്റിയ പണിയാണ്. 32,000 രൂപ അവിടെ ഇട്ട് 3-ാം ദിവസമോ 4-ാം ദിവസമോ 3 ലക്ഷം ആവുന്നു. അത് കഴിഞ്ഞ് ഞാൻ 3 ലക്ഷം കൊണ്ടിടുന്നു. എന്താ ഒരു ഫേക്ക്? എന്നോട് പലരും ചോദിച്ചത് യാഥാർത്ഥ്യമാണോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അജു ചോദിച്ചു ഇത് എവിടെയാ നടക്കുന്നതെന്ന്. എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, പേര് പറയാൻ ഞാൻ, സിനിമയിലുള്ള ആളാണ്. അപ്പൊ എന്നെ പോലെ തന്നെയാ. അപ്പൊ ഞങ്ങള് അങ്ങനെയുള്ള ഒരു കമ്പനി അടിക്കൂ. അതാകുമ്പോ നമുക്ക് അതെ ഭയങ്കര ഉത്സാഹികൾ വന്ന് നമുക്ക് അവരോടൊപ്പം നടന്നെത്താൻ പാടാ. പിന്നെ അവരെയും വെറുതെ നമ്മൾ തളർത്തും. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, വിവേക് രഞ്ജിത്ത് എന്ന പേര്. വിവേക് രഞ്ജിത്ത് സബ് ടൈറ്റിൽ ചെയ്യുന്ന മലയാളത്തിൽ ഏറ്റവും നമ്പർ 1 ആണ്. 10-300 സിനിമ സബ് ടൈറ്റിൽ ചെയ്യുന്ന ആളാണ് ഇപ്പോഴും ചെയ്യുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സിനിമകൾ വരുന്ന പോലും പുള്ളിയാണ് സബ് ടൈറ്റിൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ അദ്ദേഹം കിളിപോയി എന്ന് പറഞ്ഞ സിനിമയുടെ റൈറ്ററിൽ ഒരാളാണ്. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ സിനിമ കാണണം, വീട്ടിലിരുന്ന് കാശ് കിട്ടണം. ഏറ്റവും നല്ല ജോലിയല്ലേ? ഫസ്റ്റ് സിനിമ അവനെ കാണുന്നത് റിലീസിന് മുന്നേ. കാര്യം സബ് ടൈറ്റിൽ ചെയ്യേണ്ട ആളാണല്ലോ സിനിമ കാണണ്ടേ. മാത്രമല്ല സബ് ടൈറ്റിൽ ചെയ്യുന്നതിന് വീട്ടിൽ കാശും കിട്ടും. അവൻ ഇതേപോലെ ആഗ്രഹിച്ച ജോലി കിട്ടിയ ഒരാളെ എനിക്ക് വേറെ ഒരു വെടിക്ക് 2 പക്ഷി. ഈ സിനിമയിലേക്ക് വിനീത് വഴി പിടിച്ച് നടത്തിയില്ലായിരുന്നെങ്കിൽ ഏത് വഴി വഴച്ചു പോകുമായിരുന്നു? ജോലി ചെയ്തിരുന്നത് HR-ലായിരുന്നു. ചിലപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്തേനെ. പക്ഷെ ആ സമയത്ത് MBA വേണം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ MBA ബാങ്കിലൊക്കെ കയറി ജോലി ചെയ്തു. ഇല്ല, HSBC-യിൽ ജോലി ചെയ്തു. HR-ലായിരുന്നു. ഇന്റർവ്യൂ നടത്തിയെടുത്താണോ? ഇന്റർവ്യൂ നടത്തിയെടുത്തതാ. ഇതൊക്കെ പക്ഷെ അവിടുന്ന് എനിക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ MBA വേണം. അപ്പൊ എങ്ങനെ MBA പഠിക്കണം എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ റിസഷൻ വന്നു 2000. അജുവിനെ പോലെ ഒരാൾക്ക് ഈ ബാങ്ക് ജോലിയൊക്കെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന ബാങ്കിലല്ല, റിക്രൂട്ട്മെന്റ്സാ. ഡെയിലി ഇന്റർവ്യൂ ആണല്ലോ, സുഖല്ലേ? എന്താണ് പവർ പൊസിഷൻ ആണല്ലോ വീണ്ടും. പക്ഷെ MBA ഇല്ലാതെ എനിക്ക് പ്രൊമോഷൻ കിട്ടൂല, ശമ്പളവും കൂടുതൽ കിട്ടൂല. 8,500 രൂപ ശമ്പളം ഉള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ MBA പഠിക്കാന്ന് വെച്ചപ്പോൾ റിസഷൻ വന്നപ്പോൾ ആ ജോലി ഞാൻ റിസൈൻ ചെയ്തു. എന്നിട്ട് നാട്ടിൽ വന്ന് ഞാൻ MBA പഠിക്കാന്ന് വെച്ച് MBA കോച്ചിങ്ങിന് പോകാൻ പോയി. പക്ഷെ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് 24-25 വയസ്സുണ്ട്. അപ്പം അന്ന് MBA കോച്ചിങ്ങിന് വന്നതൊക്കെ ആ സമയത്തെ ഡിഗ്രി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറൊക്കെ പഠിക്കുന്ന പിള്ളേരാണ്, 17-18. അപ്പോൾ എനിക്ക് തന്നെ തോന്നിപ്പോയി, അതായത് വളരെ ചെറിയൊരു പിള്ളേരുടെ ഇടയിൽ വളരെ ഒരു മറ്റേ ദിലീപന്റെ പഴയൊരു സിനിമയില്ലേ മൂത്താപ്പ എന്ന് വിളിക്കുന്നത്, ആ ഒരു ഫീൽ അടിച്ചു. അതുകൊണ്ട് ഞാൻ അമീനത്തിൽ താലികെട്ട്, അതെ അതെ. കാര്യം ഇന്റർവെല്ലിൽ ഞാൻ പോയിട്ട് അവിടെ നിന്ന് ഞാൻ മാത്രം പോയി കളിച്ച് അല്ലെങ്കിൽ കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ ഇവരൊക്കെ വളരെ ഡിസ്കഷനൊക്കെ ചെയ്ത് ടീച്ചർ എന്ന പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യുന്നു. അങ്ങനെ സെറ്റായില്ല. അങ്ങനെ എൻ്റെ ഞങ്ങൾ പോയി. അപ്പോഴിരിക്കുമ്പോഴാണ് വിനീത് എന്നെ വിളിച്ചിട്ട് സിനിമയിൽ ഒരു അവസരമുണ്ട്, ഓഡീഷന് വരാൻ. അജു അങ്ങനെ ആദ്യത്തെ കോൾ വരുന്നു. വിനീത് തീരുമാനിച്ചുറച്ചിട്ടാണല്ലോ 2009 ഒരു ജൂൺ ഈ സമയം ഓഡിഷൻ വിളിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം താങ്കളെ സിനിമയിൽ ചേർക്കാൻ തന്നെയാണല്ലോ. ആഗ്രഹമുണ്ട്, പക്ഷെ ഓഡിഷൻ നോക്കിയിട്ട് ഉള്ളൂ എന്ന് പറഞ്ഞു. അല്ല, അപ്പോ ഈ വിളി വന്നപ്പോ അജു സീരിയസ് ആയിട്ട് എടുത്തായിരുന്നു? വെരി സീരിയസ്. കാര്യം എനിക്ക് സിനിമയിൽ കയറുക എന്നുള്ളതാണല്ലോ നമ്മുടെ ആഗ്രഹം. അല്ല, ഒരു നടന വൈഫവും കയ്യിലുണ്ട്, അതെനിക്ക് അറിയില്ല, അത് ഞാൻ ചിന്തിക്കുന്നില്ല. സിനിമയിൽ കയറുക, ഈ വഴി ഒരെണ്ണം കയറുക, അങ്ങോട്ട് എഴുത്തുകാരനായി മാറുക, നടന്മാരത്ത് പോയി ഡേറ്റ് വാങ്ങുക. അല്ല, വിനീത് അങ്ങനെ കൂടുതൽ സംസാരിക്കുന്ന ടൈപ്പ് അല്ലല്ലോ. പിന്നെ സംസാരിക്കും കമ്പനിക്ക് നല്ല കാര്യങ്ങൾ സംസാരിക്കും. നമ്മൾ ഈ പറയുന്ന പോലെ തല്ലിപ്പൊളി പാഴ് ടോക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യമുള്ള കാര്യങ്ങൾ സംസാരിക്കും. അല്ല, ഈ വിനീത് പറയുമ്പോഴേ വിനീത് അതിനകത്ത് വളരെ സീരിയസ് ആയിരുന്നു, അതോ ഒരു ഭാഗ്യപരീക്ഷ നടത്താം, ഇവനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ളതായിരുന്നു? വിനീത് സീരിയസ് ആയിരുന്നു എന്നാണ് പിന്നീട് വിനീതിന്റെ വേറെ ഞങ്ങളുടെ ഗുരുവായി പോയി ചോദിക്കാനും പറ്റുന്നില്ല അല്ലേ? ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ അതോടെ ഇക്വേഷൻ മാറിപ്പോയി, വേറെ ലെവലായി. കാര്യം എന്റെ ഏറ്റവും ആഗ്രഹമുള്ള ഒരു കാര്യത്തിലോട്ട് പുള്ളി എനിക്കൊരു അവസരം തന്ന്, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ ഒരു ജീവിതം തരിക എന്ന് പറയുമ്പം അത് വേറൊരു ഫീലാണ്. അജുവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, അജു നമ്മുടെ മലയാള സിനിമയിൽ പല നടന്മാരും പറഞ്ഞിട്ട് ഞാൻ കഥ കേട്ടിട്ട് എനിക്കത് ഇഷ്ടം തോന്നിയില്ല,
ഞാനത് വലിയ പ്രോജക്റ്റായിരുന്നു, ഞാൻ വേണ്ടെന്ന് വെച്ചു എന്നൊക്കെ പറഞ്ഞ ചില സുഹൃത്തുക്കളെയൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പ്രശ്നമല്ലാത്ത ആളാണ് അജു. അജു കഥ കേൾക്കാൻ തന്നെ താല്പര്യമില്ല. അഥവാ ആരെങ്കിലും കഥ പറയാൻ ശ്രമിച്ചാൽ അവർ ചമ്മിപ്പോവും, അജു ഇരുന്ന് ഉറങ്ങിപ്പോവും. അങ്ങനെ ഒരു ഉറക്കപ്രിയനാണോ കഥ കേൾക്കുമ്പോൾ പ്രത്യേകിച്ചും? വേറൊന്നുമല്ല, എനിക്ക് ചേട്ടൻ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. എന്തുകൊണ്ടാണെന്ന് അറിയോ, നമുക്കൊക്കെ തിരിച്ചു പറയണം. 2 മണിക്കൂർ നമ്മളോട് ഒരാൾ ഇങ്ങോട്ട് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ ഉണ്ടാവും? ഇടയ്ക്ക് നമ്മളിടയ്ക്ക് കഥയിൽ ചില സംശയമൊക്കെ ചോദിക്കത്തില്ലേ? അവിടെ അങ്ങനെ ആ നായിക അവിടെ ചെല്ലേണ്ട കാര്യമുണ്ടോ അങ്ങനെ ചോദിക്കത്തില്ലല്ലേ? ഇപ്പൊ സംശയം വരാത്ത സ്ഥലമാണെങ്കിലും എന്ത് ചെയ്യും? മാത്രമല്ല സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, ഇവര് പറയുന്നത് ഇവരുടെ കഥയാണല്ലോ, അതിൽ ഞാൻ പോയി വെറുതെ സംശയം ചോദിക്കണ്ടല്ലോ ഇല്ലാതെ. അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്കിത് ആദ്യം തൊട്ടേ ഒരു ഡിസ്കണക്റ്റ്. കഥ കേൾക്കൽ, കഥ കേൾക്കാം, അതൊരു എന്താ പറയാ, ഒരു മൂലകഥ, ഒരു ആശയം മാത്രമാണ് ഞാൻ. ബാക്കി എന്റെ ഉത്തരവാദിത്വം അല്ല. അജുവിന്റെ റോൾ എന്തോന്നും ചോദിക്കത്തില്ല, അത് മാത്രം ചോദിക്കും. അപ്പൊ എങ്ങനെയുള്ള റോളാണ്? എന്താണ് വേഷം? അജുവിന്റെ ഈ മനസ്സിനെ തലോടുന്നത് ഏത് റോളാ? അങ്ങനെ ഇല്ല, ഇഷ്ടപ്പെടുന്ന സംഭവം അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ റോളിന് ഒരു പ്രിഫറൻസ് ഒന്നും വെച്ചിട്ടില്ല. ആദ്യമൊക്കെ എന്ത് അജു ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച് ആദ്യമായിട്ട് ഇറങ്ങുന്ന വെള്ളിമൂങ്ങയുടെ സിനിമയുടെ കഥ കേട്ടപ്പോഴാണ്. വെള്ളിമൂങ്ങയുടെ കഥ എന്നെ നിർബന്ധിച്ച് കേൾപ്പിച്ചത് അജീബ് ചേട്ടൻ. ഞാൻ പറഞ്ഞു ഞാൻ ഈ സിനിമയിലുണ്ട്, എനിക്ക് കാര്യം അവരുടെ ആവശ്യമല്ല, എന്റെ ആവശ്യമാണ് വെള്ളിമൂങ്ങ. ഞാൻ പറഞ്ഞു എനിക്ക് സിനിമയിൽ വേഷം ഉണ്ടെങ്കിൽ ഞാനുണ്ട്, കഥ എനിക്ക് കേൾക്കണ്ട. എന്നെ നിർബന്ധിച്ച് കേൾപ്പിച്ചതാ. അത് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവും? നല്ല ഉറക്കത്തിന് വലിയ സാധ്യതയാണ്. നല്ല ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ അതെ ഞാൻ ഇപ്പോഴും ഓർക്കണ്ട, എന്റെ കാലയിലൊക്കെ ഞാൻ പിച്ചും. കാര്യം പറയുന്ന ആൾക്ക് നമ്മളൊരു ഇൻസൾട്ട് പോലെ തോന്നിപ്പിക്കാൻ പാടില്ലല്ലോ. പിന്നെ ഞാൻ തീരുമാനിച്ചു അവരോട് പറയും, കഥ പറ, കഥ മതി, അല്ലെങ്കിൽ ഒന്ന് എഴുതി അയച്ചാൽ മതി സിനോപ്സിസ്, ഞാനങ്ങ് വായിച്ചോളാം. അജു എഴുതാനൊക്കെ താല്പര്യമുള്ള ആളാണോ? ഞാൻ ആയിരുന്നു അല്ലേ? ഇന്ന് കളഞ്ഞു. സിനിമ ഇപ്പൊ പരീക്ഷിക്കാതേറിയതാ, ഇനി പരീക്ഷിക്കാൻ താല്പര്യം. പ്രൊഡ്യൂസറും ആയല്ലോ എന്റെ ഇടയ്ക്ക്. അതെ. കാശ് വല്ലതും പോയോ? കാശ് പോയില്ല. ഇല്ല. പിന്നെ കാശ് കിട്ടിയില്ല, രണ്ടും ഉണ്ട്. കിട്ടിയതുമില്ലേ? നള്ളിഫൈഡ് ആയി പോയി. അത് വേറൊന്നുമല്ല, ധ്യാൻ ശ്രീനിവാസൻ എന്നോട് ഈ അടികപ്പിയാരെ കൂട്ടമണി എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ ഞങ്ങള് ഈ കുറെ കഥകൾ പറയുമല്ലോ, ചേട്ടൻ അറിയാമല്ലോ. ഈ കഥകൾ പറയുന്നതിൽ ഏതാണ് സിനിമയ്ക്ക് രസമുള്ള കഥ എന്നൊക്കെ പറയുമ്പോൾ ഒരു കഥ പറഞ്ഞു പുള്ളി തന്നെ ചെയ്തൊരു ഷോർട്ട് ഫിലിം, പുള്ളി തന്നെ ഇറക്കാത്തൊരു ഷോർട്ട് ഫിലിം. ആ കഥ രസമുണ്ടെന്ന് തോന്നി. അങ്ങനെ നമ്മൾ ചുമ്മാ വിചാരിച്ചു നമുക്കിത് ചെയ്യാം. അന്ന് എന്നോട് അവൻ പറഞ്ഞു, ഇത് ഇന്ന ഒരു സോ കോൾഡ് ബഡ്ജറ്റിൽ തീരും, അതിപ്പോൾ ഉള്ള ബഡ്ജറ്റിന്റെ 1/3 ബഡ്ജറ്റ് തീർക്കാം. അത് 3 ഇരട്ടിയായി അവൻ പറഞ്ഞതിൽ നിന്ന്. കാര്യം അപ്പൊ ഞാൻ ഒരു 12 സ്കെഡ്യൂൾ എന്തോ പോയി ആ പടം. കാര്യം 2018 പ്രളയം ഫേസ് ചെയ്തു, 2019 പ്രളയം ഫേസ് ചെയ്തു, കോവിഡിലോട്ട് എത്തിയില്ല. ഇനി അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൂർത്തിയായി. ഞാൻ ഉറപ്പായിട്ടും ഫിനിഷ് ആയി പോയി. ഞാൻ മാത്രമല്ല, എന്തോ മലയാളം സിനിമയിൽ എനിക്ക് തോന്നുന്നു സൂപ്പർ സ്റ്റാർസ് അല്ലാതെ ബാക്കി എല്ലാവരും ഞങ്ങളെ സഹായിച്ചു. അതിന്റെ സ്പെഷ്യൽ എനിക്കൊന്നും ഏറ്റവും വലിയ താങ്ക്സ് കാർഡ് കൊടുത്ത പടം അതായിരിക്കും. ഒരുപാട് പേര് അല്ലേ, അത് മറക്കാൻ പറ്റില്ല. എനിക്കൊന്ന് പബ്ലിക് ഫണ്ടഡ് സിനിമ എന്നൊക്കെ പറയുന്ന പോലെ ഈ അമ്മയിലെ മെമ്പേഴ്സ് എല്ലാം വോട്ട് ചെയ്തു, നടന്മാർ ഫണ്ട് ചെയ്തൊരു സിനിമയായിരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു നിങ്ങൾ ക്യാപ്ഷൻ കൊടുത്തത് അല്ല? ആ സമയത്ത് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയൊക്കെ കടം വാങ്ങിയ തരൂ ആൾക്കാർ, പ്രത്യേകിച്ച് ഈ നടന്മാരൊക്കെ, പ്രത്യേകിച്ച് നടിയടന്മാരൊക്കെ, അവർ ഈ ബുദ്ധിമുട്ടി അഭിനയിച്ചുണ്ടാക്കുന്ന പൈസയൊക്കെ പ്രൊഡക്ഷനിൽ കൊണ്ട് കളയാൻ വേണ്ടി നമ്മൾ ചോദിച്ചാൽ അവരങ്ങനെ എന്തോ എനിക്ക് കിട്ടി. ഒരു പ്രാവശ്യം ഞാൻ പറയും, അജു ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ ഭാഗ്യവാനാണെന്ന്. ഞാൻ പറഞ്ഞില്ല, എഞ്ചിനീയറിംഗ് അങ്ങനെ പാസ്സായി. എനിക്ക് ലക്കിയാണ്. ഞാൻ ഒരു പാസ്സായ കഥ പറയാം. രാവിലെ ഉച്ചയ്ക്കും പരീക്ഷയുണ്ട് നാളെ. ഇന്നും രാവിലെ ഉച്ചയ്ക്ക് ഒരു പരീക്ഷ കഴിഞ്ഞു. ഈ സപ്ലി ഉള്ളതുകൊണ്ട് കറണ്ടും ഉണ്ടല്ലോ. ഒരു 7-8 മണിയൊക്കെ ആകുമ്പോൾ നാളെ ഉച്ചക്കത്തേത് തുടങ്ങാമെന്ന് വെച്ചിരിക്കുക. തുടങ്ങാം. അപ്പം കുറച്ച് ചോദ്യങ്ങൾ. ഇപ്പം എൻ്റെ മുറിയിലോട്ട് ഞാൻ നടന്നു വരുന്നു. ഇത് പറഞ്ഞാൽ ഭയങ്കര കെട്ടുകഥ പോലെ തോന്നാം. അപ്പം ഞാൻ എൻ്റെ മുറിയിലോട്ട് കിടക്കുന്നു. കിടന്നപ്പോൾ താഴെ ഒരു പേപ്പർ കിടക്കുന്നു. ഞാൻ ആ പേപ്പർ ഇങ്ങനെ കാലുകൊണ്ട് തട്ടുമ്പോൾ ആ പേപ്പർ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ഒന്ന് ഫ്ലോട്ട് ചെയ്യുമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ തട്ടിയെടുക്കുന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 3rd സെം അണ്ണാ യൂണിവേഴ്സിറ്റി. ഇപ്പോഴും എനിക്ക് എത്ര ഓർമ്മ, 3rd സെം. അത് ഞാൻ ഫൈനൽ S8 എഴുതുക. 3rd സെമ്മിലെ പേപ്പർ അരിയർ ആയതുകൊണ്ട് ഞാൻ വിട്ടുകളഞ്ഞു. അത്രയും നാൾ പിന്നെ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നാളെ അതാണ് ഉച്ച കഴിഞ്ഞിട്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരൻ ജാഷിറിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിക്കാം, വേറൊന്നും ഇനി ഈ സമയത്ത് ഇനി എത്രയെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് തുടങ്ങാൻ? ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യ ഉത്തരങ്ങൾ പഠിക്കാം. 2 മാർക്കിന്റെ 10 ചോദ്യങ്ങളും 16 മാർക്കിന്റെ 5 ചോദ്യങ്ങളും, 2 ഓപ്ഷൻ വെച്ച്. അപ്പോൾ 5, 2, 10. അതുകൊണ്ട് ഞങ്ങളപ്പോൾ നേരെ റിക്രിയേഷൻ റൂമിലെ ടേബിൾ ടെന്നീസ് ടേബിളിൻ്റെ അവിടെ പോയിരുന്ന് ഓരോ ചോദ്യങ്ങളെടുത്ത് കൃത്യമായിട്ട് അത് മാത്രം പഠിക്കാൻ തുടങ്ങി. ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറായപ്പോൾ ഇവൻ എണീറ്റ് പോയി. അവനതും ബോറടിച്ചു. എനിക്കൊന്നും വയ്യ, ഞാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ ഈ ഫുൾ ചോദ്യം പഠിക്കാൻ നിൽക്കാതെ ഞാൻ അതിൽ നിന്ന് വീണ്ടും സെലക്ട് ചെയ്യാൻ തുടങ്ങി. ഇത് വേണ്ട, ഇത് പഠിക്കാം. അങ്ങനെ ഒരു
അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചു. ചേട്ടൻ വിശ്വസിക്കില്ല, പിറ്റേ ദിവസം അത് തൊട്ട് മുമ്പത്തെ വർഷത്തിന്റെ സെമസ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ഏതോ ഓൾഡ് ക്വസ്റ്റ്യൻ old ആ. ആ. സീനിയേഴ്സിന് വന്ന പിറ്റേ ദിവസം പോന്ന് നമ്മൾ നോക്കുമ്പം ഇവൻ എന്നെ നോക്കിയിട്ട് അരിയറിനാകുമ്പോൾ നമ്മൾ ഒരേ ക്ലാസ്സാ, ജയ് വേക്ക് ഒരേപോലെ ആയിരിക്കുമല്ലോ. നോക്കുമ്പോൾ ഇവനെ നോക്കിയിട്ട് നിനക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയായിരുന്നോ? ഞാൻ പറഞ്ഞു ഇല്ല, ചോദ്യങ്ങൾ കൊണ്ടല്ലോ പഠിക്കായിരുന്നെന്ന്. അതില് പാസ് ആവാനുള്ള ചോദ്യങ്ങളൊന്നും അതില് അതിലൊരു 3-4 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ഫെയർ ആയിട്ടുള്ള 16 മാർക്കിന്റെ. ആഹാ, അത് രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു അതൊക്കെ ഒരു അത്ഭുതമാണ് ശരിക്കും. അപ്പൊ അങ്ങനെ സിനിമയിൽ വന്നു, അങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാൾക്ക് ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അല്ല, അജുവിന് പക്ഷേ കഠിനാധ്വാനത്തിന്റെ ഒരു വഴി തുറന്നു കിട്ടിയായിരുന്നു. പക്ഷെ അജു അത് എടുത്തില്ല. എന്താണ്? നിങ്ങൾ ചെറുപ്പക്കാരെയൊക്കെ നവാഗത പ്രതിഭകളെ മുഴുവൻ അമ്മയുടെ ജനറൽ ബോഡിയിൽ വെച്ചിട്ട് നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തിയായിരുന്നു. മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഞാൻ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നല്ലോ, ഞാൻ ജനറൽ ബോഡി പങ്കെടുത്തല്ലോ. ഈ പ്രാവശ്യത്തെ ജനറൽ ബോർഡിൽ മാത്രമല്ല, എന്താ പുതിയ നിര ഏറ്റെടുക്കാഞ്ഞത്? ഞാൻ 2 വർഷം മുമ്പുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മെമ്പർ ആയിരുന്നു. ആ പ്രാവശ്യമാണ് ഇവിടെ ഒരു ശിലാഫലകത്തിൽ അജുവിന്റെ പേര് ഞാൻ കണ്ടു. ആ പ്രാവശ്യമാണ് അമ്മയുടെ ബിൽഡിംഗ് പണിതത്. ആ ശിലാഫലകത്തിൽ ഞങ്ങളുടെയൊക്കെ പേരുണ്ട്. അത് അമ്മയുടെ കെട്ടിടത്തിന്റെ. അതെ, ഓ, ആ ശിലാഫലകത്തിൽ. അപ്പൊ അജുവിന് എന്താ പേരെവിടെ ആയല്ലോ? പേരായതുകൊണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം നിന്നില്ല. പേരുണ്ട്, പേര് വന്നാൽ മതില്ല, പേരുദോഷം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചല്ലേ. ഓക്കെ അജു, അപ്പൊ ഈ നമ്മുടെ ഈ ജനറൽ ബോഡിയിലേക്ക് മടങ്ങി വന്നാൽ അപ്പൊ നിങ്ങൾ ചെറുപ്പക്കാര്, എനിക്ക് അജുവിന്റെ മാനസികാവസ്ഥ മനസ്സിലായി. ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണല്ലോ. ഇതൊരു ഇടവേള ബാബുവിന് മാത്രം പറ്റുന്ന പണിയാ അല്ലേ? മാത്രം. ഇനിയിപ്പം സിദ്ദിഖേട്ടൻ അത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം എല്ലാവരുടെയും സഹകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അതിന് വില്ലിംഗ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇടവേള ബാബുചേട്ടനെ പോലത്തെ ഒരു, നമുക്കറിയാം സോഷ്യൽ മീഡിയ അദ്ദേഹത്തിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും എപ്പോഴും ഈ ഏറ് കിട്ടുന്നത് മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് ബാബുചേട്ടനെ പോലെ ഒരാളെ അടുത്ത് മനസ്സിലാക്കിയിട്ടുള്ള, എനിക്ക് അത്രയും മനസ്സിലാക്കിയിട്ടെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാലും അദ്ദേഹം നമ്മളോടൊപ്പം ചെലവഴിച്ച സമയങ്ങളിൽ അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങളും സത്യങ്ങളും കഥകളും അദ്ദേഹത്തിൻ്റെ പോയ വഴികളും നമ്മൾക്ക് അറിയാവുന്നതുകൊണ്ടും അദ്ദേഹം ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കടമ്പകളും അറിയാവുന്നതുകൊണ്ട് പറയാം, അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയെ ഇങ്ങനെ കൊണ്ടുപോയതുപോലെ കൊണ്ടുപോകണമെങ്കിൽ അതിന് ഇത്തിരി എന്നല്ല, ഹെർക്കൂലിയൻ ടാസ്ക്. പലപ്പോഴും ഈ ബാബുവിന്റെ ദുഃഖങ്ങളൊക്കെ നമ്മളുമായിട്ടൊക്കെ ചിലപ്പോൾ പങ്കുവയ്ക്കാറുണ്ട്, നമ്മുടെ ചാനലുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ളവരുമായിട്ട് പ്രത്യേകിച്ചു. അപ്പം മാത്രമല്ല, ഞാൻ പലപ്പോഴും നമ്മുടെ ഈ ആർട്ടിസ്റ്റുകളൊക്കെ മരിക്കുന്ന സമയത്തൊക്കെ ആ സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരാളുണ്ട്, അത് ഇടവേള ബാബു. പുള്ളി അവിടെ ഉണ്ടാവും. ഒരു ഉത്സവ കമ്മിറ്റി നടത്തിപ്പൊക്കെ ആയിട്ട് പുള്ളി അവിടെ ഉണ്ടാവും. ഇരിങ്ങാലക്കുടയില് ഇടവേളയ്ക്ക് ഒരു ട്രൈക്ലിംഗ് ഷോപ്പ് ഉണ്ട്, അറിയാമോ? ഒരു മുണ്ട് അലക്കായിട്ട് കൗതുകത്തോടെ പുള്ളി പുറത്തിറങ്ങിയതാ. ഇടവേള ബാബു തിരിച്ചു വരും. എനിക്ക് തോന്നുന്നു ഈ ഇടവേള ബാബുവിന് അമ്മയുടെ നേതൃത്വമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. കൊല്ലമായി അതിങ്ങനെ ഇഴുകി ചേർന്ന് കിടക്കുക. അല്ല, മെമ്പേഴ്സായ ഞാൻ ഇപ്പോൾ ഒരു മെമ്പർ എന്നുള്ള നിലയിൽ പറയാം, മെമ്പേഴ്സിനും അദ്ദേഹം ആ അമ്മയുടെ ഏതെങ്കിലും ഒരു സ്ഥാനം കൈകാര്യം ചെയ്ത് കാണണം എന്നുള്ളത് വളരെ ആഗ്രഹം. അജുവിനെ അതിന്റെ സെക്രട്ടറി സ്ഥാനം ഏൽപ്പിച്ചിരുന്നത് എങ്ങനെ ഉണ്ടാവുമായിരുന്നു? ഞാനതിന് നിൽക്കുന്നില്ലല്ലോ. അതിന്റെ ഉത്തരവാദിത്വം ചേട്ടാ ഷോ നടത്തുന്നതോ അല്ലെങ്കിൽ ആൾക്കാരെ ഡീൽ ചെയ്യുന്നതോ ഒന്നുമല്ല. 125-130 വ്യക്തികൾക്ക് 5000 രൂപ കൈനീട്ടം എത്തുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം. അവിടെ ഫംഗ്ഷനിങ് ആണ്. ആ ഫംഗ്ഷനിങ്ങിനെ തടസ്സപ്പെടാൻ പാടില്ല. അപ്പം അതാണ് ഏറ്റവും വലിയ അമ്മ എന്ന് പറയുന്ന സംഘടന ഉത്തരവാദിത്തമായിട്ട് ഏറ്റവും വലിയ പ്ലസ്സുമായിട്ട് ഞാൻ കാണുന്നത്. ബാക്കിയെല്ലാം നമുക്ക് എന്താ പറയാ വിട്ടുകളയാം, നടന്നില്ലെങ്കിലും. അജുവിനെ പോലെ പാട്ടും പാടി നടക്കാൻ ഇഷ്ടമുള്ള ഒരാളിന് ഇതൊക്കെ ഇങ്ങനെയുള്ള പരിപാടി അത് എളുപ്പമല്ല. പൃഥ്വിരാജിനെ അവർ നോക്കി, ചാക്കോച്ചനെ നോക്കി, ഇവരൊക്കെ നേതൃനിരയിൽ വരും എന്ന് നമ്മുടെ പഴയകാല നേതാക്കന്മാർ ആഗ്രഹിച്ചു പോയി. അവസാനം പഴയകാല നേതാക്കന്മാർ തന്നെ കൊണ്ടുനടക്കാൻ തീരുമാനിച്ചു. കാര്യം അത്ര ഇമ്പോർട്ടന്റ് ആണ് ആ പൊസിഷൻ. അറിയാലോ, ചേട്ടൻ അറിയാലോ. എനിക്ക് തീർച്ചയായിട്ടും ഇന്നസെന്റ് ചേട്ടനൊക്കെ ആ നേതൃത്വം കൊടുത്തതിന്റെ ഒരു സംഭവം. ഞാൻ ഈ പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, ഈ അജു പാടാനൊക്കെ തുടങ്ങിയോ? പാടാൻ ഗുരുവായൂർ അമ്പലനടയിൽ കയറി പാടി എന്ന് പറഞ്ഞു. പാടി എന്നല്ല, സത്യസന്ധമായി ഞാൻ പറയാം പാട്ട് എന്തായിരുന്നു എന്ന്. ഇന്നത്തെ കാലഘട്ടമാണ്, ടെക്നോളജി വളരെ ഡെവലപ്ഡ് ആണ്. ഈ പാട്ടിൽ ഞാൻ അഭിനയിച്ച് കഴിഞ്ഞപ്പം ഞാൻ ആ സംവിധായകനോടും ഞാൻ എൻ്റെ ഒരു മോഹം പറഞ്ഞു. നല്ല ലിറിക്സാ ഈ ഗുരുവായൂർ അമ്പലനടയിലെ കുറിച്ച്, കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നല്ല ഭക്തി എന്നാൽ ചെറിയൊരു ഹ്യൂമറും ഉള്ളൊരു ഗാനം. ഞാൻ ചോദിച്ചു, ഇത് ഞാൻ പാടിയാൽ മതിയോ? വലിയൊരു ഗായകന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അല്ല, ഇങ്ങനെ ചതി ചെയ്യണമെന്ന് അജുൻ തോന്നാൻ കാര്യം എന്തായിരുന്നു? കാര്യം ഞാൻ പാടിയിട്ടുണ്ടോ? ഇല്ല, എനിക്കൊരു കൊതി വന്നു. അപ്പൊ ആ തോന്നൽ ഞാൻ അവരോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞ് ശ്രമിക്കാം. അങ്ങനെ നാച്ചുറലി ഇപ്പോഴത്തെ ടെക്നോളജിയുടെ സപ്പോർട്ട് വെച്ച് പിച്ച് കറക്ഷൻ. ബുദ്ധിയാണോ അതിന്റെ പിന്നിൽ? ഇല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലോട്ട് എത്തിയെന്ന് അറിയില്ല. ഓൾറെഡി എക്സിസ്റ്റിംഗ് ടെക്നോളജി തന്നെ ഉള്ളൂ. പിച്ചൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടു. ദാസേട്ടന്റെ ശബ്ദത്തിൽ അജുവിന്റെ ശബ്ദത്തിൽ പാടിപ്പിക്കാൻ പറ്റും.
ഇന്ന് ആ കാലമായി. ഇവിടെ ഒരാൾ എനിക്ക് അയച്ചു തന്നു. നമ്മുടെ പ്രധാനമന്ത്രി പാടുന്ന വീഡിയോസ് നമ്മൾ കാണാറില്ല. ഞാൻ പാടുന്ന ഒരു പാട്ട് എനിക്ക് അയച്ചു തന്നു. അതെ, അല്ല അത് പറ്റുന്ന കാലമായി. അപ്പൊ അജു പാടിയിട്ട് അപ്പൊ ഞാൻ കണ്ടു ചിലയിടത്തൊക്കെ ഇങ്ങനെ പിച്ച് ഇങ്ങനെ ആ ഗ്രാഫ് ഇങ്ങനെ പൊക്കി വെക്കുന്നത്, ഒന്ന് കറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് പൂർണ്ണമായിട്ടും ടെക്നോളജിക്കൽ ഹെൽപ്പ് കറക്ഷൻ ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ പ്രേക്ഷകര് നമ്മുടെ ലോകമെമ്പാടും ഇരുന്ന ആൾക്കാര് അപ്പൊ എപ്പോഴും നമ്മൾ ലോകമെമ്പാടും പറയുന്നത്. ചിലപ്പോൾ ലോകത്ത് എമ്പാടും ഒന്നും കാണത്തില്ല, എന്നാലും നമ്മൾ പറയുമ്പോൾ പൊലിപ്പിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് പറയുന്നതാണ് ഈ നാട്ടിലും നാട്ടും പുറത്തും നഗരത്തിലും ഒക്കെ ഇരുന്ന പ്രേക്ഷകർ ഇത് കാണുമ്പോഴേ അജു ഒന്ന് പാടിയാലോ. ഞാൻ ഗുരുവായൂർ അമ്പലം നടയിലെ പാട്ട് പാടൂല, കാര്യം കള്ളി വെളിച്ചത്താവും. വേറെ ഒരു പാട്ട് അപ്പോൾ ഒരു അജുവിന് ഇഷ്ടമുള്ള പാട്ട് പാടും. കാരണം അജു തന്നെ അങ്ങോട്ട് പോയിട്ട് ഈ പാട്ട് ഞാൻ പാടിയാലോ എന്ന് ഇപ്പം സാധാരണ വലിയ ഗായകർ ചോദിച്ചപ്പോൾ എന്തായിരിക്കും ഈ മനുഷ്യന്റെ മെറ്റൽ എന്നറിയാൻ ആൾക്കാർക്ക് ഒരു ചെറിയ താല്പര്യം. അതുകൊണ്ട് ഞാൻ ആ പാട്ട് പാടാത്തെ. ആ പാട്ട് പാടിയാൽ ഞാൻ ചുമ്മാ ഇറങ്ങിക്കോളൂ, വേറൊരു പാട്ട് പാടി. അമ്പലത്തിൽ തന്നെ നമുക്ക് പാടാം. നമുക്ക് ഈ പറഞ്ഞ പോലെ അമ്പലപ്പുഴൈ ഉണ്ണി കണ്ണനോടു നീ എന്ത് പരിഭവം മെല്ലയോതി വന്നു, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാനെന്ന്. അങ്ങനെയൊക്കെ നമ്മൾ പാടി ഒപ്പിക്കും അല്ലേ? ഓക്കെ, അത് പാടിയ ആള് നമ്മുടെ അപ്പുറത്തെ സ്റ്റുഡിയോയിൽ ഇരിപ്പുണ്ട്, MG ശ്രീകുമാർ. ഓക്കെ, അത് അദ്ദേഹം കേൾക്കാത്ത അദ്ദേഹത്തിന്റെ ഭാഗ്യം അല്ലേ? അല്ല, ഫ്ലവേഴ്സിൽ തന്നെയാണ് ഞാൻ ആ ഒരു അദ്ദേഹത്തിന് മുമ്പ് വെച്ചൊരു പാട്ട് ഇതേപോലെ പാടിയോ? അജു പാടിയോ? ഞാൻ പാടി. വേറെ വഴി, അപാര ക്ഷമയുള്ള മനുഷ്യണ്ടോ. അതെ, കള്ളവും പറയും നന്നായിരുന്നു. അത് പുള്ളിയാട്ടല്ലോ, അത് പുള്ളി ആരും ഒന്ന് പാടിയാലും എനിക്കൊന്ന് ഫീഡ് ചോദിച്ചിരിക്കുന്നു. പുള്ളിക്ക് ആദ്യം അതേ പറയാം, പിന്നെ വേണമെങ്കിൽ പറയാം ചെറിയൊരു പിച്ച് പ്രശ്നം ഉണ്ടായിരുന്നൊക്കെ. എത്ര വർഷമായിട്ടല്ലേ? കഴിഞ്ഞ ഒരു 40-50 കൊല്ലമായിട്ട് പറഞ്ഞോണ്ടിരിക്കുക, ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. ഓക്കെ, സന്തോഷം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റുഡിയോ മാറി അങ്ങോട്ട് ചുറ്റും കയറും. ചിലപ്പോൾ ആ സ്റ്റുഡിയോ തെറ്റി ഈ സ്റ്റുഡിയോ കയറി വരും, ചിലപ്പോൾ ഇപ്പോൾ വന്നു വരും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട് ചില അസുഖം. ഈ ഗുരുവായൂർ അമ്പലം നടയിലുണ്ട് സെറ്റ്. ഗുരുവായൂർ അമ്പലത്തെ പോലെ ഇരുന്നുകൊണ്ട് അവിടെ പ്രേക്ഷക ലക്ഷങ്ങളുടെ ഘോഷയാത്ര അവിടേക്ക് എന്ന് പറയുന്നു. അവിടെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു, ഒരുപാട്. കാര്യം ആ ക്ലൈമാക്സ് വലിയൊരു ക്ലൈമാക്സാ. അപ്പൊ കുറെ പേര് അവിടെ അത് ശരിക്കും അമ്പലമാണ്. ഗുരുവായൂർ തന്നെയായിരുന്നു സെറ്റ് ഇട്ടത്. ഗുരുവായൂരല്ല, ഇത് കൊച്ചിയില്ല സെറ്റ് ഇട്ടത്, കളമശ്ശേരില്ല. ഇത് അമ്പലമാണ്, റിയൽ ആണ്. സെറ്റ് ആണെങ്കിലും അത് പ്രതിഷ്ഠിച്ച അമ്പലമാണെന്ന് വിശ്വസിച്ച് അവിടെ വന്ന് കാണിക്കുകയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ അതിന്റെ ആർട്ട് ഡയറക്ടർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിട്ടില്ല, ആ വീഡിയോ ഞാൻ കണ്ടത്. പക്ഷെ അതൊരു മേക്ക് ബിലീഫ് എന്ന് പറയുന്നതാണല്ലോ. അത് അത്രയും ഒറിജിനാലിറ്റി അവിടെ തോന്നിപ്പിച്ചത് കൊണ്ടാണല്ലോ സംഭവിച്ചത്. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഈ ലോഹിദാസിന്റെ ഒരു നിവേദ്യം എന്നൊരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടുന്ന് ഒരു പ്രൊഡ്യൂസർ അമരവിള സതീഷ് എന്ന് പറയും, അമരൻ എന്നാണ് അറിയപ്പെടുന്നത്. എനിക്കൊന്ന് പുള്ളി കുറെ കാലം കഴിഞ്ഞ് പുള്ളിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും പുള്ളിയുടെ ഒരു പടം നമ്മൾ സൂക്ഷിക്കും. ആ രീതിയിലുള്ള പരിപാടി അവിടെ കയ്യിലിരിക്കുന്നു. അപ്പൊ ഈ അമരവിള എനിക്ക് എപ്പോ കണ്ടാലും ഒരു ചോക്ലേറ്റ് തരുമല്ലോ അല്ലേ? അപ്പൊ ഇദ്ദേഹം അവിടെ നിവേദ്യത്തിന്റെ അവിടെ ലോഹിദാസ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നിൽക്കുമ്പോണ്ടല്ലോ, ഈ അമ്പലത്തിന്റെ സെറ്റ് ഇട്ടിരിക്കുകയാണ്. ഒരാൾ ഇന്ന് കാണിക്കിടുന്നു. പുള്ളി വെച്ച് പുള്ളിയെ കളിയാക്കാൻ ചെയ്തായിരിക്കും. പുള്ളി അടുത്ത് നോക്കിയപ്പോ ഈ അമരവിളയാ. പുള്ളി ഷൂട്ടിംഗ് നിർത്തി ബാക്കിയുള്ളവരോട് പറഞ്ഞ് മനോഹരമായ ഒരു കാഴ്ച ആസ്വദിച്ചോളൂ, നമ്മുടെ സെറ്റിന്റെ മുമ്പിലെ വിഗ്രഹത്തിന് മുമ്പിൽ ഒരുത്തൻ കാണിക്കിടുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഈ അമരവിള നേരെ നടന്ന് ലോഹിദാസിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഈ പടം സൂപ്പർ ഹിറ്റാവും, ഞാൻ കാണിക്കിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പുള്ളി ഞാൻ ജീവിതത്തിൽ ചിലപ്പോൾ ഈ പടം രക്ഷപ്പെടത്തില്ല, കാരണം അത് സെറ്റാടാ മോനെ എന്ന് പറഞ്ഞു. അമരവിള നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ. ഓ ഓക്കെ, ജീവനോടെ കാണുന്ന ഒരു മനുഷ്യൻ. അതെ, വർഷങ്ങളായിട്ട് അറിയാം. അപ്പൊ ഇത് ഒരു പ്രൊഡ്യൂസർക്ക് പറ്റാന്നുണ്ടെങ്കിൽ പിന്നെ പക്ഷേ ഒരു സെറ്റ് ആർട്ട് എന്താ പറയാ ഡയറക്ടർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ അല്ലേ, ഒരു സക്സസ് ആണത്. അത്രയും ഒറിജിനലായിട്ട് അത് മാത്രമല്ല പുള്ളിക്ക് ഒരു സംശയമില്ലായിരുന്നു. കാര്യം പുള്ളി ഒരു പരമ്പരാഗത ഭക്തനാണ്. പുള്ളി എവിടെ കണ്ടാലും അവിടെ കാണിക്കിടും. കഥയിൽ മറ്റേ അദ്ദേഹം അപ്പുറത്ത് നോക്കുമ്പോ കണ്ട കാഴ്ചയിലല്ല, അദ്ദേഹം അപ്പുറത്ത് നിന്ന് ആരും അപ്പുറത്ത് വീഡിയോ വെച്ചു. അല്ല, മാത്രല്ല പുള്ളി കാണിക്കിട്ടുണ്ടെന്ന് ഒരാൾ ഇങ്ങനെ നിന്ന് വീഡിയോ വെച്ചോണ്ടിരിക്കുക ഈ വിഗ്രഹത്തിന്റെ അടുത്ത്. പുള്ളി വിഗ്രഹത്തിന്റെ അടുത്ത് വീഡിയോ ഇരിക്കുന്ന ആരാടാ എന്ന് അങ്ങനെ പുള്ളിക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചത്. ഇത് ഒറിജിനൽ വിഗ്രഹം തന്നെയാണോ അമ്പലമാണോ എന്ന്. അതാ പിന്നെ അപ്പോഴാണ് ലോകിയോട് പുള്ളി അടുത്തോട്ട് പോയത്. എന്തായാലും ലോകിയെ സൂചിപ്പിക്കാൻ വേണ്ടി പോയതാ, ഇന്റർവ്യൂ എടുക്കാൻ പോകും. ഇതൊക്കെ ഇട്ടത് അപ്പോ എങ്ങനെയാണ് നമ്മൾ മാത്രമല്ല ഈ എനിക്ക് നല്ല ബോഡിയൊക്കെ ഒന്ന് പുഷ്ടിപ്പെട്ടിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഫുഡ് അടിച്ചാ പ്രൊഡക്ഷൻ ഫുഡ് അടിക്കാതിരുന്നിട്ടാ ആണോ? അത് കഴിച്ചാൽ വീർത്ത് കയറും. അല്ല, അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മള് ഭയങ്കരമായിട്ട് ഒരു നല്ല പേടിത്തൊണ്ടരാണോ ആള്? അത് എന്ത് രീതിയിൽ അടിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, അടി കണ്ടാ ഓടും, അത് നമ്മളെല്ലാം ഓടും, അത് വേറെ. അതല്ല ഞാൻ പറഞ്ഞത്, ഈ പ്രേത സിനിമ ഈയിടയ്ക്കാണ്ട് ഒരു പ്രേത സിനിമയിൽ അഭിനയിച്ചു. പ്രേതത്തെ പേടിയാ, ഒരു പടം ചെയ്യുന്നു അഭിനയിച്ചു അല്ലേ?
അപ്പൊ ഈ പ്രേതം സിനിമകള് അതിന്റെ ശബ്ദം മ്യൂട്ട് ചെയ്ത് കാണുന്ന നടനാണ്. ഞാൻ പ്രേത സിനിമ കാണാറില്ല. കാര്യം എനിക്ക് അതിന്റെ ഒരു ഹാർട്ട് ബീറ്റ് കൂടും, അതെനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇത് ഫീനിക്സിൽ അഭിനയിക്കുന്നതിന് മുന്നേ എനിക്കൊരു പ്രേത സിനിമ കാണണം തോന്നി. ഒരു കോൺജൂറിംഗ് 2 ഞാൻ കാണാൻ തീരുമാനിച്ചു. വേറെ ഒന്നും കൊണ്ടല്ല ഏട്ടാ, ബിക്കോസ് പ്രേത സിനിമയിൽ നമുക്ക് ക്യാമറയും നമ്മളേ ഉള്ളൂ മിക്ക സമയവും. ഇപ്പൊ അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തൊരു വ്യക്തിയുണ്ട്, അപ്പൊ നമുക്കൊരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. ഇവിടെ നമുക്ക് ക്യാമറ നോക്കി എന്താണ് റിയാക്ട് ചെയ്യേണ്ടതെന്നൊന്ന് കോപ്പി അടിക്കണമല്ലോ. അതിനുവേണ്ടി ഞാൻ കോൺജൂറിംഗ് 2 ഇട്ടു. എന്റെ സുഹൃത്ത് ഭഗത്തിന്റെ കൂടെ ഞാൻ ഇരുന്ന് കണ്ടേ. ഞാൻ ലൈറ്റ് വിട്ടു, മ്യൂട്ടും ചെയ്തു. ശബ്ദമില്ലെങ്കിൽ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ. ഓക്കെ. പക്ഷേ ഞാനൊരു കാര്യം അജുവിനോട് പറയുന്നത്, അജു ഈ പ്രേതമൊന്നുമില്ല, അത് ആൾക്കാർ വെറുതെ പറയുന്ന ഈ എക്സിറ്റ് പോൾ പോലെയാണ് എല്ലാം. അത് ഉണ്ടോന്ന് ചോദിച്ചാൽ നമുക്ക് ഉണ്ടെന്നേ പറയാൻ പറ്റും. നമ്മൾ തന്നെ പറയണത് കാര്യം നമ്മൾ ചില പോളൊക്കെ നടത്തിയിട്ടുണ്ട്. ചില ആൾക്കാരെ ജയിപ്പിച്ചു, ചില ആൾക്കാരെ തോൽപ്പിച്ചു. അപ്പൊ ഈ മാത്രമല്ല, ഈ ഇടയ്ക്ക് നമ്മള് ഒന്ന് തോപ്പിച്ച ആള് ഈ സർവേ നടത്തി വേറെ ആളാ, അയക്കൊന്നും അറിയണ്ടല്ലോ, നമ്മളല്ലേ എന്നെ അനുഭവിക്കുന്നു. അയാൾ നേരെ ഇങ്ങോട്ട് വന്നു, എന്നിട്ട് എന്നെ തോപ്പിച്ച കശ്മലിനാ എന്നുകൊണ്ട് നടന്നങ്ങ് പോയി. അല്ല നേരത്തെ ബാക്കി പുള്ളി മര്യാദക്കാനായിട്ട് ബാക്കി തെറി. ബാബുച്ചേട്ടന്റെ കാര്യം പറഞ്ഞല്ലേ, മുമ്പിൽ പോയി നിൽക്കുന്നത് സാറാണ്. അത് മാത്രമല്ല, തെറി മൊത്തം നമുക്ക് കിട്ടും പാഴ്സലായിട്ട്. അതെ. പിന്നെ ഞാൻ ഇപ്പൊ ഷെയർ ചെയ്ത് കുറച്ച് പേര് ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ മാത്രം വാങ്ങണ്ട. തീർച്ചയായിട്ടും. ഈ പ്രേതത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറെ കാര്യം ഓർത്ത്. അപ്പൊ രാത്രി ഒറ്റയ്ക്ക് കിടക്കുവോ? അതൊന്നും കുഴപ്പമില്ല. പ്രശ്നമൊന്നുമില്ലല്ലോ. വല്ല വാതുക്കൽ മുട്ട് കേട്ടാലൊന്നും പ്രശ്നം. ഞാനൊരു സിനിമ ചെയ്തപ്പം ഹോട്ടലിന്റെ പേര് പറയുന്നില്ല, നാളെ അവർക്ക് പരസ്യമാവും. അതല്ല പരസ്യമാവുന്നല്ല, അവർക്ക് ഉള്ള പോയാലോ. ഇപ്പൊ കുറച്ച് ബുക്കിംഗ് ഒക്കെ നടക്കുന്നതാണല്ലോ. നെഗറ്റീവ് പബ്ലിസിറ്റി ആള് കയറും, എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. ഇതിന് കയറില്ലേ? അവിടെ ഷൂട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് ഒരു ചെറിയ ഇങ്ങനത്തെ ഒരു തോന്നലുണ്ടായി. ഞങ്ങൾ ആ ഹോട്ടലങ്ങ് മാറി. ഒരു പാർക്ക് നിലയം പോലെ ഒരു ഫീൽ ഉണ്ടായി. എന്താ തോന്നുന്നു അജു? ആരോ വന്ന് കൊട്ടുന്നുണ്ട്. ആ കൊട്ടുന്ന നിങ്ങളെല്ലാം പറ്റിക്കാൻ ചെയ്തായിരിക്കും. അടുത്ത മുറി വെളുപ്പിനെ 3 മണിക്കാട്ടാ. അവനും ഞാനും എന്റെ കൂടെ. അവൻ പേടിച്ചിട്ട് എന്റെ കൂടെയാ. ധ്യാനം അങ്ങനെയാണോ? നല്ല പേടിയാ. അവൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിലാണ് ഞാനും പിന്നെ ഞങ്ങൾ പരസ്പരം സദാ എന്നാ വിളിക്കുന്നത്. അപ്പൊ സദാ വിളിക്കാൻ കാര്യം ഒരു സിനിമ അല്ലല്ല സദാ സർവത്ര അല്ല. അവൻ പറഞ്ഞു, ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, പ്രേതത്തിന്റെ ഒരു എൻകൗണ്ടർ വരുമ്പം ആദ്യം ധൈര്യം കാണിച്ച് ഇറങ്ങിപ്പോന്നെ ചത്തു പോന്നെ. അതിന്റെ ആവശ്യമുണ്ടോ? അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എല്ലാ സിനിമയും ചേട്ടാ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ കൂട്ടത്തിൽ ഒരുത്തിനുണ്ടോ ഭയങ്കര ധൈര്യം കാണിച്ച് ഫസ്റ്റ് പോകും. അവന്റെ ഡെഡ് ബോഡിയാ ഫസ്റ്റ് വരുന്നത് അല്ലേ? അതോടെ ഞാൻ വിട്ടു. നമുക്ക് എന്താ ചെയ്യാ, ഹോട്ടലിൽ മാറുക, കഴിഞ്ഞില്ലേ? അതവിടെ എന്തെങ്കിലും ചെയ്തോട്ടെ, നമുക്കെന്താ. ഈ ഉറക്കത്തിലൊക്കെ കിടക്കുമ്പോഴേ ഈ അജുവിന് ഭയമൊക്കെ വന്ന് ഭാര്യ ചവിട്ടി തള്ളി താഴെ ഇടൂ? ഇല്ലല്ലോ. അല്ല, അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും അടുത്ത് കിടക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. ഈ ധ്യാനൊന്നും പ്രശ്നം ഉണ്ടായില്ല. ഒരു ചെറിയ പലകെ കിടന്നാലും ഞാൻ അവിടെ തന്നെ കിടക്കും. ബൈ ദ വേ, ഈ അഗസ്റ്റിനെ കൂടെ കയറിയത് ഒരു കോസ്റ്റ്യൂം തയ്പ്പിക്കാൻ എന്താ വന്നപ്പോഴാണോ? ഒരു ഡ്രസ്സ് ചെയ്തിട്ട് പരിചയപ്പെട്ടു. ഞങ്ങളുടെ ആദ്യമായിട്ടാണോ അങ്ങനെ ആൾ തയ്പ്പിക്കാൻ വരുന്നത്? പിന്നെ സിനിമ വന്നിട്ട് നമുക്ക് ആ സമയം അല്ലേ. തട്ടത്തിൻ മറയത്താ സിനിമ. തട്ടത്തിൻ മറയത്തിന് മുൻപ് ഒരു ഫോട്ടോ, തട്ടത്തിൻ മറയത്ത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോഷൂട്ട്. അത് എനിക്കൊന്ന് നിങ്ങൾക്ക് എന്തോ ട്രൗസർ തയ്ക്കാമെന്നോ? എന്താ കുർത്ത? ഓക്കെ. പിന്നെ ഞങ്ങളുടെ മലർവാടിയിൽ എന്റെ കൂടെ അഭിനയിച്ച സന്തോഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത പുള്ളിയുടെ ഫ്രണ്ടാ. അപ്പൊ മ്യൂച്വലി പരിചയം ഉണ്ടായിരുന്നു. അല്ല, അഗസ്റ്റിന നേരത്തെ പരിചയമേ ഇല്ലാത്ത ആളായിരുന്നു അല്ലേ? ഇല്ല, അതുവഴിയാണ് ഞാൻ പരിചയം. പിന്നെ അതോടെ അയാളുടെ കോസ്റ്റ്യൂം പരിപാടി നിന്നു. കോവിഡിന് മുന്നേ ഈ പറഞ്ഞ പോലെ ഒരു കട തുടങ്ങിയിരുന്നു. പക്ഷെ അത് കോവിഡ് നിർത്തിച്ചു. കോവിഡ് വന്നപ്പോ പിന്നെ എല്ലാം പൂട്ടിയില്ലേ. പക്ഷെ എനിക്കൊന്ന് അജു ഒരു കട തുടങ്ങണം. കാരണം ഇപ്പൊ അജു എന്റെ ഒരു അയൽവാസിയാണ്ട് പറയാ. അജുവിനെ നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഒരു കട തുടങ്ങി അഗസ്റ്റിന് അവിടെ ഒരു വലിയ ഒരു ഷോപ്പ് തന്നെ ആയിക്കോട്ടെ. ബ്യൂട്ടിക്ക് എന്നൊരു പഴയ പേരുണ്ട്, അതിപ്പോ പേര് പഴയതായി പോയി. വേറെ എന്തെങ്കിലും ഒരു പേരിട്ട് മാത്രമല്ല അവിടെ ഒരു എഴുതിയും വെക്കണം. നിവിൻ പോളിക്കും അജുവിനും എന്ത് നിർമ്മിച്ചു കൊടുത്ത കുർത്ത നിർമ്മിച്ചു കൊടുത്ത ഏക കോസ്റ്റ്യൂമർ അല്ലേ? സിനിമ ഫീം. ആ സിനിമ എഴുതാമല്ലോ അല്ലേ? അത് എനിക്ക് ഒന്ന് സാധ്യത ഉണ്ടെന്നാവുന്നത്. ഇപ്പൊ തന്നെ ഇത് എന്തൊരു പബ്ലിസിറ്റിയാ. തീർച്ചയായിട്ടും. പക്ഷെ അന്നത്തെ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല. ഇതിപ്പോ സിനിമ പിടിച്ചു ഒരെണ്ണം നമുക്കറിയാവുന്ന മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നെ നമുക്ക് മുടക്കെങ്കിലും തിരിച്ചു വാങ്ങിക്കാം. അജു ഒരു ഉഴപ്പനാന്നൊക്കെ പറഞ്ഞ ആൾക്കാരത് സ്റ്റാമ്പ് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും സ്വന്തമായിട്ട് വിനയം കൊണ്ട് അത് പറയുന്നുണ്ടെങ്കിലും അജുവിന് കിട്ടുന്ന എല്ലാം ഭാഗ്യമാണ്. 2 കുട്ടികളുണ്ട്, അത് ഇരട്ട കുട്ടികളാണ്, അത് 4 കുട്ടികളായി. അതിൽ കൂടുതൽ ഉഴപ്പനാന്ന് തെളിയിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ എഫിഷ്യൻസിയുടെ കാര്യം അല്ലേ? അല്ല, ഉഴപ്പനാ. അല്ല, എന്തായാലും ആ 2 ടിൻസ് അല്ലേ? അവർക്ക് ഏത് പ്രായമായി? ഇപ്പൊ 10ഉം
8ഉം. സോഷ്യൽ മീഡിയക്കാരൊക്കെ അജുവിന്റെ അടുത്ത് ഇന്റർവ്യൂ ഒക്കെ വരത്തില്ലേ, അപ്പൊ ഇവരുടെ കാര്യമൊക്കെ ചോദിക്കുമല്ലോ. ചോദിക്കും. അപ്പൊ അവർക്ക് അറിയാൻ വേണ്ടിയെങ്കിലും പറയാ. ഇപ്പൊ അവര് ഇതൊക്കെ കാണുന്ന പ്രായം, മനസ്സിലാക്കുന്ന പ്രായം. ഒരു സിനിമയൊക്കെ കാണാം, അജുവിന്റെ സിനിമ കാണാറുണ്ട്. തിയേറ്ററിൽ പോയി കാണും, എല്ലാ സിനിമയും കാണും. അജുവിന്റെ കൂടെ അല്ലല്ലോ പോകുന്നത്? അല്ല, അമ്മയാണ് അവരുടെ കൂടെ. അമ്മ ഭയങ്കര സിനിമ കാണാൻ ഇഷ്ടമുള്ള ആളാണ്. അതാ തയ്ച്ചതിന് ശേഷമാണോ? അല്ലാതെ തന്നെ സിനിമ കാണുക എന്നുള്ള, തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ പറ്റിയാൽ കുടുംബസമേതം എല്ലാ സിനിമയ്ക്കും ഒരു കോൺട്രിബ്യൂഷൻ എൻ്റെ വീട്ടിൽ നിന്നുണ്ട്. അത് 1 2 ടിക്കറ്റും അല്ല, 5 ടിക്കറ്റ് വേണം. അതിനെ നേരിട്ട് കണ്ടപ്പോഴേക്കും മനസ്സിലായി ആളൊരു പഞ്ചഭാവമാണ്. അപ്പൊ അത് പറ്റത്തില്ല അല്ലേ? അല്ലല്ല. അല്ലെ, മക്കളുടെ പേര് പറഞ്ഞില്ല. ഇവാൻ, ജുവാന, ജെയ്ക്ക് ലൂക്ക്. 4 ആൺകുട്ടികളാ. ഒരു പെൺകുട്ടി, 3 ആൺകുട്ടി. ഓക്കെ. അപ്പൊ അജു, നമുക്ക് ആ മക്കളുടെ കാര്യമൊക്കെ ഓർത്ത്, കാര്യം എനിക്ക് ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ അജു നമ്മുടെ അയലത്ത് താമസിക്കാൻ വന്നതുകൊണ്ട് ഞാൻ മിക്കവാറും അവരെ കാണുന്നു. അത് സന്തോഷമുള്ളൊരു കാര്യം. അപ്പൊ അജുവിനെ കണ്ടില്ലെങ്കിലും മക്കളെ കാണാം, മക്കളെ കണ്ടില്ലെങ്കിലും മക്കളുടെ അമ്മയെ കാണാം. സന്തോഷമുള്ള കാര്യം. അപ്പൊ നമുക്ക് ഇനി ചോദ്യത്തിലേക്ക് പോയാലോ? തീർച്ചയായും. ഓക്കെ, കുറച്ച് ചോദ്യങ്ങൾ കടുപ്പിക്കാമോ? അജുവിന്റെ വിജ്ഞാനമൊക്കെ എങ്ങനെയാ? വളരെ ഭണ്ഡാകാരമാണോ? ബോറാ. എനിക്ക് പത്രം വായിക്കൂ? പത്രം, സോഷ്യൽ മീഡിയ ന്യൂസ് വായിക്കും. അതാ നല്ലതല്ലേ? അല്ല, പത്രം വേണമെന്നില്ല, സോഷ്യൽ മീഡിയ വഴി, വാട്സപ്പ്, യൂണിവേഴ്സിറ്റി വഴിയൊക്കെ കാര്യങ്ങൾ കിട്ടും. പക്ഷെ അപ് ടു ഡേറ്റ് അല്ലേ? യെസ്, പറഞ്ഞോളൂ. അജുവിന്റെ കഴിവ് തെളിയിക്കാൻ ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. ചോദിക്ക, നോക്കട്ടെ, കഴിവുണ്ടോന്ന് അറിയണമല്ലോ. ഒരാൺപൂച്ചയ്ക്ക് പെൺപൂച്ചയോട് ഇഷ്ടം തോന്നി, അത് എങ്ങനെ പറയും? അജുന് ഉണ്ടായ പ്രതിസന്ധി തന്നെ. പൂച്ചയല്ലല്ലോ. അല്ലല്ലോ. പറഞ്ഞോളൂ, എങ്ങനെ പറയും? ഓ, അടി കിട്ടേണ്ട കേസായത് കേട്ടോ. ഒക്കെ ഉള്ള ഒരൊറ്റ കാരണം കൊണ്ട്, അതുകൊണ്ട് മാത്രം നമ്മൾ വിടുന്നു. ആ കോംപ്ലക്സ് എനിക്ക് വർക്ക് ചെയ്യുന്നത് കൊണ്ട് വിട്ടു. അതുണ്ടോ? ആ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും.